ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമായ ശേദേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി വാദാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഇന്നലെ ദേവീ മാഹാത്മ്യ പാരായണം എല്ലാവരും പങ്കെടുത്തു എന്ന് മനസ്സിലാക്കുന്നു ഞാൻ. നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി മറ്റന്നാൾ ഗുരുവായൂർ ഏകാദശി ദിവസം ഗീതാ ജയന്തി കൂടിയാണ്. അന്ന് സമ്പൂർണ്ണ ഗീതാപാരായണമുണ്ട്. എല്ലാവരും അതിലും പങ്കെടുക്കുക. നേരിൽ വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വന്നോളൂ. നേരത്തെ ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. ഇന്നലെ 70-ലധികം ആൾക്കാർ വന്നു. നേരത്തെ ഒരു 40-ൻ്റെ അടുത്ത ആൾക്കാരാണ് അറിയിച്ചിരുന്നത്. പക്ഷെ എന്നാലും അറിയിക്കാതെ കുറേ പേര് വന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാം ഭക്ഷണമൊക്കെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തു. അതുപോലെ ഗീതാദിനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ അറിയിച്ചാൽ ഏകാദശി ഭക്ഷണം ഗോതമ്പ് കഞ്ഞിയും പുഴുക്കും ആണ് ഏർപ്പാട് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് ചോറ് വേണമെന്നുള്ളവർക്ക് അത് അറേഞ്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്തായാലും കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടി ഭക്ഷണം വയ്ക്കും. അവിടുത്തെ സ്റ്റാഫിനും എല്ലാവർക്കും വേണമല്ലോ. അപ്പം എന്തായാലും നേരത്തെ അറിയിച്ചാൽ നന്നായിരിക്കും. ഇപ്പം 40ഓളം പേര് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് പോകാം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 86-ാം അധ്യായത്തിലെ അവസാന ഭാഗമാണ് നമുക്കിനി കാണേണ്ടത്. അതിൽ ഏതുവരെ എടുത്തത് നമ്മൾ 49 വരെ 50 വരെ മറ്റേ എടുത്തു അല്ലേ? 49 വരെയാണ് എടുത്തത്. ബാക്കി 10 ശ്ലോകങ്ങളോളം ഉണ്ട്. 38 മുതൽ വായിക്കാം. ഭഗവാൻ ശ്രുതദേവന്റെ ഗൃഹത്തിൽ ചെന്ന കഥ പറയുന്നത് 38 മുതൽക്കാണ്. അത് വായിക്കാം, അവിടുന്ന് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഷഡശീതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. 38-ാം ശ്ലോകം. ശ്രുതദേവോച്യുതം പ്രാപ്തം സ്വഗൃഹാൻ ജനകോ യദാ നത്വാ മുനീൻ സുസംഹൃഷ്ടോ ധുന്വൻ വാസോ നനർത്തഃ തൃണപീഡഭൃസീഷ്വേതാൻ ആനീതേഷു ഉപവേശ്യ സഹ സ്വാഗതേനാഭിവന്ദ്യാംഗ്രീൻ സഭാര്യോ വനിജേ മുദാ തദംബസാ മഹാഭാഗ ആത്മാനം സഗൃഹാന്വയം
സ്നാപയാഞ്ചക്ര ഉദ്ധർഷോ ലബ്ധ സർവമനോരഥഃ ബലാർഹണോ ശീരശിവാമൃതാംബുഭിഃ മുദാ സുരഭ്യാ തുളസീകുശാംബുജൈഃ ആരാധയാമാസ യഥോപപന്നയാ സപര്യയാ സത്വവിവർധനാന്തസാ സതർക്കയാമാസ കുതോ മമാന്വബോധ ഗൃഹാന്തകൂപേ പതിതസ്യ സംഗമഃ യഃ സർവതീർത്ഥാസ്പദപാദരേണുഭിഃ കൃഷ്ണേന ചാസ്യാത്മനികേതഭൂസുരൈഃ സൂപവിഷ്ടാൻ കൃതാദിഥ്യാൻ ശ്രുതദേവ ഉപസ്ഥിതഃ സഭാര്യസ്വജനാപത്യഃ ഉവാചാംഘ്ര്യവിമർശനഃ ശ്രുതദേവ ഉവാച നാദ്യനോ ദർശനം പ്രാപ്തഃ പരം പരമപൂരുഷഃ യർഹീദം ശക്തിഭിः സൃഷ്ട്വാ പ്രവിഷ്ടോ ഹ്യാത്മസത്തയാ യദാ ശയാനഃ പുരുഷോ മനസൈവാത്മമായയാ സൃഷ്ട്വാ ലോകം പരം സ്വാപ്നം അനുവിശ്യാവഭാസത്തെ ശൃണ്വതാം ഗതതാം ശശ്വതർച്ചതാം ത്വാഭിവന്ദതാം നൃണാം സമ്പദതാമന്തർഹൃദി ഭാസ്യമലാത്മനാം ഹൃദിസ്ഥോപി അതിദൂരസ്ഥഃ കർമ്മ വിക്ഷിപ്തചേതസാം ആത്മശക്തിഭിരഗ്രാഹ്യോപി അന്ത്യുപേതഗുണാത്മനാം നമോസ്തു തേധ്യാത്മവിദാം പരാത്മനെ അനാത്മനെ സ്വാത്മവിഭക്തമൃത്യവേ സകാരണാകാരണലിംഗമീയുഷേ സ്വമായയാ സംവൃതരുദ്ധദൃഷ്ടയേ സത്വം ശാദി സ്വഭൃത്യാന്നഃ കിം ദേവകരവാമഹേ ഏതദന്തോ നൃണാം ക്ലേശോ യദ്ഭവാൻ അക്ഷിഗോചരഃ ശ്രീശുക ഉവാച തദുക്തമിത്യുപാകർണ്യ ഭഗവാൻ പ്രണതാർത്തിഃ ഗൃഹീത്വാ പാണിനാ പാണിം പ്രഹസൻ തമുവാചഃ ശ്രീഭഗവാനുവാച ബ്രഹ്മം സ്തേ അനുഗ്രഹാർത്ഥായ സംപ്രാപ്താൻ വിദ്യമൂൻ മുനീൻ സഞ്ചരന്തി മയാ ലോകാൻ പുനന്ദഃ പാദരേണുഭിഃ ദേവാക്ഷേത്രാണി തീർത്ഥാനി ദർശനസ്പർശനാർച്ചനൈഃ ശനൈഃ പുനന്തി കാലേന തദപി അർഹത്വമേക്ഷയാ ബ്രാഹ്മണോ ജന്മനാശ്രേയാൻ സർവേഷാം പ്രാണിനാമിഹ തപസാ വിദ്യയാ തുഷ്ട്യാ കിമു മത്കലയാ യുതഃ ന ബ്രാഹ്മണാൻ മേദയിദം രൂപമേതച്ചതുർഭുജം സർവവേദമയോ വിപ്രഃ സർവദേവമയോ ഹ്യഹം ദുഷ്പ്രജ്ഞാ അവിദിത്വൈവം അപജാനന്ത്യസൂയവഃ ഗുരും മാം വിപ്രമാത്മാനം അർച്ചാദൗ ഇജ്യദൃഷ്ടയഃ ചരാചരമിദം വിശ്വം ഭാവായേ ചാസ്യ ഹേതവഃ മദ്രൂപാണീതി ചേതസി ആധത്വേ വിപ്രോ മദീക്ഷയാം തസ്മാത് ബ്രഹ്മർഷീൻ ഏതാൻ ബ്രഹ്മൻ മത്ശ്രദ്ധയാർച്ചയ ഏവം ചേദർച്ചിതോസ്മ്യദ്ധാ നാന്യഥാ ഭൂരിഭൂതിഭിഃ ശ്രീശുക ഉവാച സ ഇത്തം പ്രഗുണാദിഷ്ടഃ സഹ കൃഷ്ണാൻ ദ്വിജോത്തമാൻ ആരാധ്യൈകാത്മഭാവേന മൈഥിലശ്ചാപസദ്ഗതിം ഏവം സ്വഭക്തയോ രാജൻ ഭഗവാൻ ഭക്തഭക്തിമാൻ ഉഷിത്വാദിശ്യ സന്മാർഗം പുനർദ്വാരവതീം അഗാദ്. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശ്രുതദേവാനുഗ്രഹോ നാമ ഷഡശീതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുസ്വാഗതം ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്.
ഭഗവാൻ ഈ ലോകത്തിൻ്റെ സൃഷ്ടിയുടെ ആദിയിൽ തന്നെ ഉപദേശിച്ചിട്ടുള്ള രണ്ട് മാർഗങ്ങളാണ് പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും. സനകാദി ഋഷീശ്വരന്മാരിലൂടെ നിവൃത്തി മാർഗവും മറ്റു പ്രജാപതിമാരിലൂടെ പ്രവൃത്തി മാർഗവും ലോകത്തിൽ ഭഗവാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, അഥവാ ഉറപ്പിച്ചു, മാതൃക കാണിച്ചുകൊണ്ട് ഉറപ്പിച്ചു. കാലം കൊണ്ട് ഇതിനെ സംബന്ധിച്ചതായിട്ടുള്ള വിവേകം നഷ്ടപ്പെടുന്നു ആളുകൾക്ക്. ഓരോരുത്തരും അറിവില്ലാത്തവരും സ്വാർത്ഥരും തന്നിഷ്ടം പ്രവർത്തിക്കുന്നവരൊക്കെയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് എല്ലാ കാലത്തും ഈ ലോകത്തിന് സംഭവിക്കുന്നത് തന്നെയാണ്. മൂല്യച്യുതി, ധർമ്മച്യുതി എന്നത് നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. കാലപ്രവാഹത്തിൽ എല്ലാം താഴോട്ട് ഒഴുകുകയാണ് ചെയ്യുക. പിന്നെ അതിനെ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ അഥവാ റിവൈവ് ചെയ്യാൻ ഭഗവാൻ അവതരിക്കുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാ ആത്മാനം സൃജാമ്യഹം. അപ്പോൾ ഈ പ്രവൃത്തി നിവൃത്തി ധർമ്മങ്ങൾ അത് വർണ്ണാശ്രമ ധർമ്മങ്ങളിലൂടെയാണ് പ്രായോഗികമാക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പുനഃസ്ഥാപനത്തിനായിക്കൊണ്ടാണ് ഭഗവാന്റെ അവതാരങ്ങളെല്ലാം. ഇപ്പോൾ കൃഷ്ണാവതാരവും അതിൽ നിന്നൊട്ടും വ്യത്യാസമില്ല. കൃഷ്ണാവതാരം ഒരു പൂർണ്ണാവതാരമാണ്. വളരെ കാലം ഭൂമിയിൽ ശരീരം കൊണ്ട് ലീല ചെയ്ത അവതാരമാണ് കൃഷ്ണാവതാരം. 125 വർഷം ഭൂമിയിൽ അദ്ദേഹം തൻ്റെ അവതാര ലീല നിർവഹിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ധർമ്മങ്ങളെയും സ്ഥാപിക്കുക എന്നുള്ളത് ഭഗവാന്റെ ഈ ഒരു അവതാരത്തിൻ്റെ ദൗത്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭഗവാന്റെ മിഥിലായാത്ര. അല്ലാതെ വെറുമൊരു ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ള യാത്രയല്ല. ഒരേ സ്ഥലത്ത് തൻ്റെ 2 തരം ഭക്തന്മാരെ അനുഗ്രഹിക്കുകയാണ് ഒരേ സമയത്ത്. മിഥില എന്നതായിട്ടുള്ള ഒരേ ദേശത്ത് ഭഗവാൻ ഋഷിമാരുമായി എഴുന്നള്ളി ഒരേ സമയം 2 കൂട്ടരുടെയും സ്വാഗതം സ്വീകരിച്ച് ബഹുളാശ്വൻ എന്ന രാജാവിൻ്റെ രാജകൊട്ടാരത്തിലും ശ്രുതദേവൻ എന്ന് പറയുന്ന ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ ആ സാധു ഗൃഹത്തിലും 2 പേരുടെയും 2 പ്രകാരത്തിലുള്ളതായിട്ടുള്ള സൽക്കാരങ്ങളെ ഭഗവാൻ സ്വീകരിക്കുന്നു. 2 പേരുടെയും 2 പ്രകാരത്തിലുള്ള ഭഗവത് സ്തുതി, ഭഗവാനോടുള്ള സംവാദം, ഇത് രണ്ടും ഭഗവാൻ ഒരുപോലെ സ്വീകരിക്കുന്നു. ഇത് രണ്ടും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന നമ്മൾക്ക് മനസ്സിലാവുന്നത്, ഒന്ന്, ആ ബഹുളാശ്വൻ പ്രവൃത്തിധർമ്മത്തിൻ്റെ പ്രയോക്താവും ശ്രുതദേവൻ നിവൃത്തിധർമ്മത്തിൻ്റെ പ്രയോക്താവുമാണ് എന്ന് വളരെ വ്യക്തമാകുന്നു അവരുടെ സംഭാഷണങ്ങളിൽ നിന്നും അവരുടെ ജീവിത രീതിയിൽ നിന്നും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കഥയിൽ ബേസിക്കായിട്ട് ഉറപ്പിച്ചു വെക്കേണ്ട കാര്യം. ശ്രുതദേവൻ ഭഗവാനെ സൽക്കരിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് വലിയ ഭാഗ്യമായി. അങ്ങ് എല്ലായിടത്തും നിറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ദർശിക്കാൻ സാധിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് ആശയം പറഞ്ഞു. ഹൃദിസ്ഥോപി അതിദൂരസ്ഥഃ കർമ്മവിക്ഷിപ്ത ചേതസാം ആത്മശക്തിഭിരഗ്രാഹ്യോപി അന്ത്യുപേത ഗുണാത്മനാം. കർമ്മവിക്ഷിപ്ത ചേതസാം ഹൃദിസ്ഥഃ അപി അതിദൂരസ്ഥഃ. കർമ്മവാസനകൾ കൊണ്ട് ബഹിർമുഖമായിരിക്കുന്ന മനസ്സോടുകൂടിയവർക്ക്
അങ്ങ് ഉള്ളിലുണ്ടെങ്കിലും കാണാൻ കഴിയുന്നില്ല. കാരണം ഉള്ളിലേക്ക് തിരിഞ്ഞാലേ ഉള്ളിലിരിക്കുന്ന ആളെ കാണാൻ പറ്റുള്ളൂ, അല്ലേ? പുറത്തിരിക്കുന്ന ഒരാൾക്ക് അകത്തിരിക്കുന്ന ആളെ എങ്ങനെ കാണാൻ പറ്റുക? അപ്പോൾ കർമ്മവിക്ഷിപ്ത ചേതസ് എന്ന് പറഞ്ഞാൽ ബഹിർമുഖരായിരിക്കുന്ന ആളുകൾ, എപ്പോഴും അജിറ്റേറ്റഡായി ഓടി നടക്കുന്നതായിട്ടുള്ള ആളുകൾ, അവർക്ക് ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ കാണാൻ പ്രയാസമാണ്. അതുപോലെ ആത്മശക്തിഭിരഗ്രാഹ്യോപി അന്തി ഉപേതഗുണാത്മനാം. ഉപേതഗുണാത്മനാം അന്തി, ഗുണങ്ങളെല്ലാം ആർജിച്ചിട്ടുള്ളതായിട്ടുള്ള ആളുകൾക്ക് അങ്ങ് ഏറ്റവും സമീപസ്ഥനായിരിക്കുന്നു. അഗ്രാഹ്യനാണെങ്കിൽ പോലും, ആത്മശക്തികൾ എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം മുതലായ അന്ധകരണങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ പ്രയാസമേറിയവനാണെങ്കിൽ പോലും ഉപേതഗുണാത്മനാം അന്തി, ഗുണങ്ങൾ ആർജിച്ചിട്ടുള്ള ശുദ്ധ സത്വഗുണം ആർജിച്ചിരിക്കുന്നതായിട്ടുള്ള സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് സമീപസ്ഥനായിരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. അങ്ങ് ഞങ്ങളെ, അങ്ങയുടെ ഭൃത്യന്മാരായ ഞങ്ങളെ ശാധി അനുശാസനം ചെയ്താലും അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ എന്തു ചെയ്യണം? കിം ദേവ കരവാമഹേ ഏതദന്തോ നൃണാം ക്ലേശോ യത് ഭവാൻ അക്ഷിഗോചര. അങ്ങ് കണ്ണിൽ കാണുന്നതുവരെ, അങ്ങയെ കണ്ണിൽ കാണുന്നതുവരെ മാത്രമാണ് മനുഷ്യന്മാർക്ക് സംസാര ക്ലേശങ്ങളെല്ലാം ഉള്ളത്. അങ്ങേ കാണുന്നതോടുകൂടി എല്ലാ ദുഃഖങ്ങൾക്കും പര്യവസാനമായി. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, അല്ലേ? എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കും. അപ്പോൾ ഇതപ്പോൾ അങ്ങയെ ദർശിച്ചതോടുകൂടിയിട്ട് ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം പോയി. ഞങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് അങ്ങയോട് എന്തെങ്കിലും വേണം, എന്തെങ്കിലും സാധിച്ചു തരണം, യോഗക്ഷേമങ്ങൾ നടത്തിത്തരണം എന്നൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഇനിയുള്ള ജീവിതം കൃതജ്ഞതയോടെ അങ്ങേക്ക് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു തരൂ, എങ്ങനെ അങ്ങയെ സേവിക്കാം? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഭഗവാനെ സേവിക്കാൻ ഭഗവാന് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള ചോദ്യം, അതിനാണ് ഇനി ഭഗവാൻ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ശ്രുതദേവനെ പോലെ പാകത വന്നു, പക്ഷെ ഇപ്പോഴും ഗൃഹത്തിലാണ് ഇരിക്കുന്നത്. ആ ഗൃഹത്തിൽ നിന്ന് പുറത്തു കടന്ന് അദ്ദേഹം പൂർണ്ണ ഒരു സന്യാസി ആയി, ജീവൻ മുക്തനായി തീരാനുള്ള ഉപദേശമാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അതിനെന്താ മാർഗം? അതിന് ജ്ഞാനികളെ സേവിക്കുക. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃതഃ കൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന ഉപനിഷത്ത് മന്ത്രം ഇവിടെ ഭഗവാൻ എന്താ പറയുക, പ്രാവർത്തികമാക്കുകയാണ്. അങ്ങ് ഇത്രയും കാലം ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ച് വേണ്ടത്ര അന്ധകരണ ശുദ്ധി നേടിയിട്ടുള്ള ആളാണ്. നല്ലതുപോലെ ഭഗവത് ഭക്തിയും ആർജിച്ചിട്ടുണ്ട്. പാകത വന്നു കഴിഞ്ഞു. ഇനി അങ്ങ് ചെയ്യേണ്ടത് അങ്ങയ്ക്ക് ആ ജ്ഞാനം വേണ്ടതുപോലെ ഉറയ്ക്കാനും അതിൽ നിഷ്ഠ നേടുവാനും വേണ്ട പ്രയത്നമാണ് വേണ്ടത്. ജ്ഞാനപ്രാപ്തിയും ജ്ഞാനനിഷ്ഠയും, ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് പാകത വന്ന ഗൃഹസ്ഥന്മാർ പരിശ്രമിക്കേണ്ടത് വാനപ്രസ്ഥ സന്യാസ ജീവിതത്തിലൂടെ. അപ്പോൾ ആ നിവൃത്തി ധർമ്മം തന്നെയാണ് ഇവിടെ ഇദ്ദേഹത്തിന് ഉപദേശിക്കുന്നത്. ഇദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾക്കുള്ള ഉപദേശമാണ്. അദ്ദേഹം ഏകദേശം പാകമായിട്ടുള്ള ആൾ തന്നെയാണ്. എങ്കിലും അദ്ദേഹത്തിന് ഒന്നുകൂടെ ഒന്ന് മൂത്ത് പഴുത്ത് ഞെട്ടിൽ നിന്ന് അറ്റു വീഴാനുണ്ട്. ഇപ്പോഴും ഞെട്ട് ബലമായിട്ട് അവിടെ ഉറച്ചു നിൽക്കുകയാണ്. ഉർവാരുകമിവ ബന്ധനാത്, ആ ഉർവാരുകം ബന്ധനത്തിൽ നിന്ന് മുക്തമാകുന്നത് പോലെ
ഒന്നുകൂടെ ഒന്ന് വിട്ടുവരാനുണ്ട്. അതിനുള്ള ഉപദേശമാണ് ഭഗവാൻ കൊടുക്കുന്നത്. വളരെ സൂക്ഷിച്ച് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് നോക്കാം. സൂക്ഷിക്കേണ്ട, വളരെ ക്ലിയറാണ്. സൂക്ഷിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ആ ദൃഷ്ടിയിൽ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ച് പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ബാക്കി ക്ലിയറാണ്. നമുക്ക് നോക്കാം. ശ്രീശുക ഉവാച തദുക്തം ഇത്യുപാകർണ്യ ഭഗവാൻ പ്രണതാർത്തിഹ ഗൃഹീത്വാ പാണിനാ പാണിം പ്രഹസൻ തം ഉവാചഃ. ശ്രീശുക ഉവാച തദുക്തം ഇത്യുപാകർണ്യ ഭഗവാൻ പ്രണതാർത്തിഹ ഗൃഹീത്വാ പാണിനാ പാണിം പ്രഹസൻ തം ഉവാചഃ. ശ്രീശുക ഉവാച. ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുന്നു. ബ്രാഹ്മണനായ ശ്രുതദേവൻ തന്നെ ശാസിക്കാൻ പറഞ്ഞു. ശാധി എന്ന് ആവശ്യപ്പെട്ടു. സത്വം ശാധി സ്വഭൃത്യാന്നഹ കിം ദേവ കരവാമഹേ. അപ്പൊ അതിന് മറുപടി പറയാൻ പോണു. അപ്പൊ ഇതി തദുക്തം ഉപാകർണ്യ, ഇതി ഇപ്രകാരം, തദുക്തം തേന ഉക്തം, കേന ശ്രുതദേവേന ഉക്തം, ആ ശ്രുതദേവനാൽ പറയപ്പെട്ടത് ഉപാകർണ്യ, നല്ലോണം കേട്ടിട്ട്. പ്രണതാർത്തിഹാ ഭഗവാൻ, പ്രണതന്മാരുടെ ആർത്തിയെ ഹനിക്കുന്നവനായ, തന്നെ ശരണം പ്രാപിച്ചവരുടെ ദുഃഖങ്ങളെ ഹനിക്കുന്നവനായ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണിനാ പാണിം ഗൃഹീത്വാ, തൻ്റെ കൈകൊണ്ട് ഈ ശ്രുതദേവന്റെ കൈ പിടിച്ചുകൊണ്ട് പ്രഹസൻ തം ഉവാച, ഹ, പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഹ എന്നുള്ളത് ഭഗവാന്റെ ആ ഒരു എന്താ പറയുക, വാത്സല്യത്തിൻ്റെ, അതുപോലെ ആർക്ക് എന്ത് ഉപദേശം കൊടുക്കുന്നു അതിൻ്റെ മാഹാത്മ്യത്തിൻ്റെ ഒക്കെ ഒരു ആശ്ചര്യത്തെ പ്രകടിപ്പിക്കുന്നതാണ് കവിയുടെ ഹ എന്നുള്ളത്. എന്താ പറയുക, അധികാരികൾക്ക് അനുസരിച്ചാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ. ആരാണോ തന്നെ സമീപിച്ചിരിക്കുന്നത് അവരുടെ യോഗ്യത എന്താണോ അതിനനുസരിച്ചാണ് ഉപദേശം. എല്ലാ ഗുരുക്കന്മാരും അങ്ങനെ ആയിരിക്കണം. അല്ലാതെ എല്ലാവർക്കും ജനറലായിട്ടുള്ള ഉപദേശമല്ല ആധ്യാത്മിക ഉപദേശം. ധാർമ്മിക കാര്യങ്ങളിൽ ഒരുവിധം ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയാം, സാമാന്യധർമ്മം. പക്ഷെ അവിടെയും വിശേഷധർമ്മങ്ങൾ ഓരോരുത്തർക്കും തനിത്തനിയാണ്. അതുപോലെ ആധ്യാത്മിക കാര്യങ്ങളിലും സാമാന്യമായിട്ട് കുറേ കാര്യങ്ങൾ എല്ലാവർക്കും പറയാമെങ്കിലും അധികാരിക്കനുസരിച്ചാണ് ഉപദേശം. അവരുടെ സംശയങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് അനുസരിച്ചാണ് ഗുരുക്കന്മാർ മറുപടി പറയേണ്ടത്. ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ശ്രീ ഭഗവാനുവാച ബ്രഹ്മൻ തേ അനുഗ്രഹാർത്ഥായ സംപ്രാപ്താൻ വിദ്യമൂൻ മുനീൻ സഞ്ചരന്തി മയാ ലോകാൻ പുനന്ദഃ പാദരേണുഭിഃ. ശ്രീ ഭഗവാനുവാച ബ്രഹ്മംസ്തേ അനുഗ്രഹാർത്ഥായ സംപ്രാപ്താൻ വിദ്യമൂൻ മുനീൻ സഞ്ചരന്തി മയാ ലോകാൻ പുനന്ദഃ പാദരേണുഭിഃ. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ ബ്രാഹ്മണനോട് പറയുന്നു, ശ്രുതദേവനോട് പറയുന്നു, ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, തേ അനുഗ്രഹാർത്ഥായ സംപ്രാപ്താൻ വിദ്ധി അമൂൻ മുനീൻ. അമൂൻ മുനീൻ, അടുത്ത് നിൽക്കുന്ന മറ്റു മുനിമാരെ ചൂണ്ടിക്കാണിച്ച് ഈ മുനിമാരെ, അമൂൻ എന്ന് പറഞ്ഞാൽ ഇവർ എന്നർത്ഥത്തിൽ, ഇവരെ എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഈ മുനികളെ, ഈ നിൽക്കുന്ന മുനികളെ, തേ അനുഗ്രഹാർത്ഥായ സംപ്രാപ്താനിധി വിദ്ധി, അങ്ങയെ അനുഗ്രഹിക്കാനായി കൊണ്ട് വന്നു ചേർന്നവരാണെന്ന് അങ്ങ് നല്ലതുപോലെ മനസ്സിലാക്കിയാലും, ഈ മുനിമാരെല്ലാം അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രത്യേകമായി വന്നവരാണ്. സഞ്ചരന്തി മയാ ലോകാൻ പുനന്ദഃ പാദരേണുഭിഃ. മയാ സഹ സഞ്ചരന്തി, ഇവര് എന്നോടുകൂടെ സഞ്ചരിക്കുന്നു. എന്തിനായിക്കൊണ്ട്? പാദരേണുഭിഃ ലോകാൻ പുനന്ദഃ,
അവരുടെ പാദധൂളികളെ കൊണ്ട് ലോകങ്ങളെ അനുഗ്രഹിക്കുന്നവരായിട്ട്. അപ്പോൾ പാദധൂളികളെ കൊണ്ട് ലോകങ്ങളെ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെ അടക്കം, പ്രാണികളെ, ചരാചരങ്ങളെ, അതിലേറ്റവും വിശേഷമായിട്ട് മനുഷ്യരെ അനുഗ്രഹിക്കാനായിക്കൊണ്ടാണ് ഇവർ സഞ്ചരിക്കുന്നത്. പാദരേണുഭിഹി പുനന്ദഃ. അപ്പോൾ എന്താണ് ഈ ഋഷിമുനിമാരുടെ പാദരേണുക്കൾ എന്ന് പറഞ്ഞാൽ? അവരുടെ കാലിലെ പൊടി എന്ന് അക്ഷരാർത്ഥത്തിൽ എടുക്കുകയല്ല വേണ്ടത്. അത് പ്രതീകാത്മകമാണ്. അവരുടെ പാദധൂളി എന്നുള്ളത് പ്രതീകാത്മകമാണ്. അത് അവരുടെ പാദം കഴുകി ആ പാദതീർത്ഥം നമ്മൾ ശിരസാ ധരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതുകൊണ്ട് അവരുടെ മാഹാത്മ്യത്തെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അവരുടെ പാദധൂളി പോലും നമ്മുടെ ശിരസിലിരിക്കാൻ യോഗ്യമായിട്ടുള്ളതാണ് എന്ന് നമ്മൾ കരുതുമ്പോൾ നമ്മൾ എത്ര നിസ്സാരന്മാരാണെന്നുള്ള അറിവ് നമ്മൾക്കുണ്ടാകുന്നു. ആ അറിവ് നമ്മളെ തീർച്ചയായിട്ടും വിനയാന്വിതരാക്കുന്നു. അപ്പോൾ മഹാത്മാക്കളുടെ പാദധൂളി ശിരസിൽ ധരിക്കുന്നത്, അവരുടെ പാദതീർത്ഥം കഴുകി വെള്ളം ശിരസിൽ ധരിക്കുന്നതൊക്കെ നമ്മുടെ അഹങ്കാരത്തെ ശമിപ്പിക്കാനും നമ്മുടെ ഉള്ളിൽ ആ വിനയമുണ്ടാക്കാനും അവരുടെ അറിവിനെ നമ്മൾ ബഹുമാനിക്കാനും ആ അറിവ് കൊണ്ട് നമ്മൾ അനുഗ്രഹീതരാവാനും വേണ്ടിയിട്ടാണ്. അവരുടെ അറിവിനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. അല്ലാതെ അവരുടെ രൂപത്തെയോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ശരീര ശ്രേഷ്ഠതയെയോ ഒന്നുമല്ല, അവരുടെ ജന്മത്തെയോ അവർ ചെയ്ത കർമ്മങ്ങളെയോ ഒന്നുമല്ല. പിന്നെന്താ? മഹാത്മാക്കളുടെ അറിവിനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണോ അത് കൂടുതലുള്ള ആളുകളെ നിങ്ങൾ ബഹുമാനിച്ചേ പറ്റൂ. നിങ്ങൾക്ക് ധനമാണ് വേണ്ടതെങ്കിൽ ധനികന്മാരെ സേവിക്കണം, ധനികന്മാരെ ബഹുമാനിച്ചേ പറ്റൂ ധനം കിട്ടണമെങ്കിൽ. അല്ലാതെ പിച്ചക്കാരെ പോയി സേവിച്ചിട്ട് ധനം കിട്ടാൻ പോകുന്നില്ല. വെറുതെ വൃഥാ പ്രയത്നം, നാണം കെടുന്നല്ലാതെ വേറൊന്നും സംഭവിക്കാനില്ല. അപ്പം അതുപോലെ ഏത് കാര്യമാണോ നമുക്ക് സാധിക്കേണ്ടത് അതിന് ശക്തരായിട്ടുള്ള ആളുകളെ വേണം നമ്മൾ സമീപിക്കാനായിക്കൊണ്ട്, അല്ലേ? ഇപ്പം നമുക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഏതെങ്കിലും കാര്യം സാധിക്കാൻ വില്ലേജ് ഓഫീസിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. ഇലക്ട്രിസിറ്റി ഓഫീസിലെ കാര്യം സാധിക്കാൻ വാട്ടർ അതോറിറ്റിയിൽ പോയിട്ട് കാര്യമില്ല. ഏത് കാര്യത്തിനും അത് ശക്തിയുള്ള ആളുകളെ വേണം സേവിക്കാൻ. അതാത് കാര്യത്തിൽ യോഗ്യതയുള്ള ശക്തിയുള്ള ആളുകളെ സേവിച്ചാലേ കാര്യം നടക്കൂ, പ്രയോജനം നടക്കൂ. ഇത് നമുക്ക് ലൗകിക ജീവിതത്തിൽ നന്നായി എന്താ പറയുക അറിഞ്ഞിരിക്കണം. അനുഭവസ്ഥർക്ക് അറിവുണ്ടാവും. പല ഭാഗത്തും തെണ്ടിത്തിരിഞ്ഞ് മതിയായിട്ട്, അല്ലേ? നമ്മൾ പല ഓഫീസുകളിൽ ഓരോ കാര്യത്തിന് പോയാൽ അവർ നമ്മൾ എത്ര നടത്തിക്കും. ഞാനല്ല അതിൻ്റെ വകുപ്പ്, അതാ അവിടെ പോകൂ, അപ്പുറത്ത് പോകൂ, ഇപ്പുറത്ത് പോകൂ എന്ന് പറഞ്ഞ് നമ്മളായിട്ട് കളിപ്പിക്കും. ഈവൻ നമ്മുടെ ഡെപ്പോസിറ്റ് ഇട്ടുള്ള ബാങ്കിൽ പോയാൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു കൗണ്ടറിൽ പോയാൽ നമ്മൾ ഉദ്ദേശിച്ച പൈസ പിൻവലിക്കണം എന്ന് വിചാരിച്ചാൽ അവർ പറയും ഇത് ഈ കൗണ്ടറിലല്ല, മറ്റേ കൗണ്ടറിൽ കൊടുക്കൂ. അപ്പോൾ ആ കൗണ്ടറിൽ ഇരിക്കുന്നവർക്ക് നമ്മൾ ആവശ്യപ്പെട്ട കാര്യം സാധിച്ചു തരാനുള്ള ശക്തി ഇല്ല എന്നർത്ഥമാണ്. ദേ ആർ നോട്ട് എംപവേർഡ്. അപ്പൊ നമ്മുടെ അവിടെ ക്യൂ നിന്നത് മുഴുവൻ വെറുതെ ആയി, അല്ലേ? നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് റിസർവ് ചെയ്യാനായിട്ട് പോയി ക്യൂവിൽ പോയി നിൽക്കും. കറണ്ട് ബുക്കിങ്ങിന്റെ ക്യൂവിൽ പോയി നിന്നിട്ട് റിസർവേഷൻ ടിക്കറ്റ് ആവശ്യപ്പെട്ടാൽ കിട്ടുമോ? ഇതുപോലെ എവിടെ പോയാലും നമ്മൾക്ക് ആദ്യം അറിവില്ലാത്തൊരു കുറേ വട്ടത്തിരിയും, കുറേ അവർക്ക് സമയവും എനർജിയും ഒക്കെ വേസ്റ്റാവും. ഇതിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് എന്താണ്? നമ്മൾ ഏത് കാര്യം സാധിക്കണോ അത് ആരെ കൊണ്ട് സാധിക്കും എന്ന് ആദ്യം മനസ്സിലാക്കി അവരെ ആശ്രയിക്കുക. അതാണ് വിവേകം. ഇവിടെ നമ്മൾ ഈ മഹാത്മാക്കളെ പൂജിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു, അവരുടെ പാദതീർത്ഥം ശിരസിൽ ധരിക്കുന്നു, അവരെ നമസ്കരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ താല്പര്യം നമ്മൾ അവരുടെ കയ്യിലിരിപ്പിനെ ബഹുമാനിക്കുന്നു, അവരുടെ പവറിനെ ബഹുമാനിക്കുന്നു. എന്താണ് അവരുടെ കയ്യിലിരിപ്പ്? എന്താണ് അവരുടെ പവർ? അവരുടെ അറിവാണ്.
ആ അറിവിനോടുള്ള ബഹുമാനമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിവിനോട് ആദരവുണ്ടോ, അറിവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾ അവരെ ആശ്രയിക്കുകയും ഉള്ളൂ. അറിവിനോട് യാതൊരു ബഹുമാനവുമില്ലാത്തവർ, എനിക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നവർ ഒരിക്കലും ഗുരുക്കന്മാരെ ബഹുമാനിക്കാറില്ല. അല്ലേ? പലരുടെയും വിചാരം എനിക്കെല്ലാം അറിയാം, പിന്നെ ഞാനെന്തിനാ കണ്ട താടിക്കാരുടെ മുമ്പിലൊക്കെ പോയി നമസ്കരിക്കുന്നത്, അവർക്ക് എൻ്റെ അത്രയൊന്നും വിവരവുമില്ല. ഞാനാണ് ഈ ലോകത്തിൽ എന്താ പറയുക സമ്പാദ്യവും, എത്ര സ്ഥാപനങ്ങൾ എൻ്റെ പേരിൽ, എത്ര വീടുകൾ ഞാൻ ഉണ്ടാക്കി വച്ചിരിക്കണു, എത്ര വാഹനങ്ങൾ എനിക്ക്, എത്ര ആളുകൾ എന്നെ സേവിക്കാൻ, എത്ര ബന്ധുക്കളാണ് എൻ്റെ പുറകെ. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ നിഷ്കിഞ്ചനന്മാരായിട്ടുള്ള താടിക്കാരെ കാണുമ്പോൾ ഒരു വിലയുണ്ടാവില്ല. കാരണം നമ്മളത്ര അറിവൊന്നുമില്ല. നമ്മളത്ര അറിവുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെയല്ല നടക്കുക. ഈ താടിയും വളർത്തി പിച്ചക്കാരനെ പോലെയല്ല നടക്കേണ്ടത് എന്നാണ് എന്താ പറയുക ഒരുവിധം ആൾക്കാരുടെയൊക്കെ വിചാരം. അതുകൊണ്ടാണ് എവിടെയും താടിക്കാർ അപമാനിതരായി തീരുന്നത്. അവർക്ക് ആവശ്യമില്ല, അവർ ഫുള്ളാണ്. ഈ നിറഞ്ഞിരിക്കുന്ന ചായക്കോപ്പയിൽ നമുക്ക് ഇനി ഒരു തുള്ളി ചായ ഒഴിക്കാൻ പറ്റാത്തതുപോലെ ഇവരൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഗുരുക്കന്മാരെ, സന്യാസിമാരെ, അറിവുള്ളവരെ ഒന്നും ബഹുമാനം ഉണ്ടാവുകയില്ല. അപ്പം നമുക്ക് അറിവ് കുറവുണ്ട്, നമുക്ക് അറിവിൻ്റെ ആവശ്യമുണ്ട്, നമ്മുടെ അറിവ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്ര സഹായിച്ചിട്ടില്ല, നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾ ഇത്രയും കാലം പ്രയത്നം ചെയ്തിട്ടും നമുക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല, നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വസ്തു ഇപ്പോഴും എവിടെയോ ഇരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ വിദുര മഹാശയൻ പറഞ്ഞതുപോലെ സുഖായ കർമാണി കരോതി ലോകഃ നതൈ സുഖം വാന്യതുപാരമം വാ വിന്ദേത ഭൂയ തതയേവ ദുഃഖം യദത്ര യുക്തം ഭഗവാൻ വദേന്നഃ. എല്ലാവരും സുഖത്തിനാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നാൽ ആർക്കും സുഖം കിട്ടിയതായിട്ടോ ദുഃഖം നിവർത്തിച്ചതായിട്ടോ കാണുന്നില്ല. വീണ്ടും വീണ്ടും ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് ദുഃഖം അധികരിക്കുന്നതായിട്ടേ കാണുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ് ഇവിടെ ശരിയായ കർത്തവ്യം, എന്തു ചെയ്താലാണ് ഉദ്ദേശിച്ച സുഖം കിട്ടുക എന്ന് അവർ ചിന്തിക്കണം. ആരെ സമീപിച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും, എൻ്റെ ദുഃഖങ്ങൾ പരിഹരിച്ച് എനിക്ക് സുഖം കിട്ടും എന്നുള്ള ചിന്ത ഉണ്ടാവണം. അപ്പം മാത്രമേ അന്വേഷണം ആരംഭിക്കുള്ളൂ, ജിജ്ഞാസ ഉണ്ടാവുള്ളൂ. ആ ജിജ്ഞാസയാണ് പിന്നീട് ശുശ്രൂഷയായിട്ട് മാറുക. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹം. അത് ഒരു ഗുരുവിനെ കണ്ടുകിട്ടുമ്പോൾ, തന്നേക്കാൾ അറിവുള്ള ആളാണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് ശുശ്രൂഷയായിട്ട് പരിണമിക്കും. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ശ്രോതുമിച്ഛ. അപ്പൊ സത്യം അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ. ആ സത്യം ഇന്നാൾക്ക് അറിയാം, അദ്ദേഹത്തെ ആശ്രയിച്ചാൽ എനിക്ക് കിട്ടും എന്നുള്ള ആ ഒരു ഉറപ്പ് കിട്ടുമ്പോഴാണ് ശുശ്രൂഷ എന്ന ഗുണം വളരുന്നത്. ശ്രോതുമിച്ഛ, ശ്രവിക്കാനുള്ള ആഗ്രഹം. അങ്ങനെ ആ ഗുരുവിൽ നിന്ന് തൻ്റെ സംശയങ്ങൾക്കുള്ളതായിട്ടുള്ള മറുപടി, ഉത്തരം കിട്ടുന്നതായിട്ടുള്ള സമയത്താണ് അദ്ദേഹത്തിന് ആ ഒരു ജിജ്ഞാസയ്ക്കും ശമനമുണ്ടാവുക. ജിജ്ഞാസയാണ് ബേസ്, അതാണ് ശുശ്രൂഷയായിട്ട് വളരുന്നത്. ആ ശുശ്രൂഷ കൊണ്ട് ശ്രവണം ചെയ്യുമ്പോൾ ആ ജിജ്ഞാസ ശമിക്കുന്നു. അത് കഴിഞ്ഞ് അതിനെ വീണ്ടും മനനം, നിധിധ്യാസനം ഇത് ചെയ്ത് അജ്ഞാന നിഷ്ഠ കൈവരുന്നു. ഇതാണ് ആധ്യാത്മിക മാർഗത്തിലെ നടക്കുന്ന പ്രോസസ്സ്. നമ്മളൊക്കെ ആ പാതയിലൂടെ കടന്നു പോകുകയാണ്. അപ്പോൾ ഇവിടെ ഈ മുനിമാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ പാദരേണുക്കളെ കൊണ്ട് ലോകത്തെ അനുഗ്രഹിക്കാൻ സഞ്ചരിക്കുന്നവരാണെന്ന് പറയുമ്പോൾ അവരുടെ അറിവ് കൊണ്ട് ലോകത്തെ അനുഗ്രഹിക്കാൻ സഞ്ചരിക്കുന്നവരാണെന്നാണ് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ അങ്ങയെയും അനുഗ്രഹിക്കാൻ വന്നവരാണ്, ഒക്കെ മഹാജ്ഞാനികളാണ്. അങ്ങ് പക്ഷെ അവരെ വേണ്ട പോലെ മൈൻഡ് ചെയ്തില്ല. അങ്ങ് എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ്. ഇതാണ്
ഭഗവാൻ പറയുന്നതിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ ഭഗവാനെ അദ്ദേഹം ഭക്തനായതുകൊണ്ട് ഭഗവാനെ കിട്ടിയതോട് കൂടിയിട്ട് ഭഗവാനെ ശുശ്രൂഷിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നു. അത്ര ശ്രദ്ധ കൂടെ വന്ന മഹാത്മാക്കളിൽ അദ്ദേഹം ചെലുത്തുന്നില്ല. ഇത് ഭഗവാൻ നോട്ട് ചെയ്തു. അപ്പൊ ഇതാണ് സാധാരണ ഭക്തന്മാരുടെയും ഒരവസ്ഥ. സാധാരണ ഭക്തന്മാര് ഉദാഹരണത്തിന് തന്നെ പോയ ഗുരുവായൂരപ്പനോട് നല്ല ഭക്തിയുണ്ട്. അപ്പൊ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ഗുരുവായൂർ പോണു. ആ ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ നേരെ പോയി തൊഴുക, ഗുരുവായൂരപ്പാന്ന് വിളിച്ച് നിലവിളിച്ച് കരയുക, ഗുരുവായൂരപ്പന് വഴിപാടൊക്കെ ചെയ്യുക, പ്രദക്ഷിണ നമസ്കാരാദികൾ വേണമെങ്കിൽ ശയന പ്രദക്ഷിണം തന്നെ ചെയ്തിട്ട് വരും. പക്ഷെ അവിടെ ഒരു മഹാത്മാവ് ഭാഗവത സപ്താഹം നടത്തുന്നു, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം, ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നു, വളരെ വലിയ മഹാത്മാവാണ്, അത് തിരിഞ്ഞു നോക്കില്ല അല്ലേ? ഏത് വലിയ മഹാത്മാവാണെങ്കിലും അവിടേക്കൊന്നും നോട്ടമൊന്നും പോയില്ല. ഏതോ താടിക്കാരൻ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ പറയണം, നമുക്കെന്ത് കാര്യം? ഇതാണ് സാധാരണ ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരാണ് എന്ന് പറയുന്ന ആളുകൾക്കും വലിയ ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്കും ഉള്ള ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ളതായിട്ടുള്ള ഒരു ഭക്തിയാണ് ഇദ്ദേഹത്തിൻ്റേത്. എങ്കിലും അദ്ദേഹത്തിന് ഭഗവാൻ കൃഷ്ണനെ കണ്ടതോടുകൂടി ആ കൃഷ്ണന്റെ പാദസേവ ചെയ്യുക, കൃഷ്ണന്റെ കാലെടുത്ത് മടിയിൽ വെച്ച് ഒഴിഞ്ഞു കൊടുക്കുക, കൃഷ്ണനെ സോപ്പിടുക എന്നുള്ളത്, ഇവിടെ സോപ്പിടുക എന്നുള്ളത് ഒന്ന് കൂട്ടി പറഞ്ഞതാണ്. ആ ഭാഷ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടി. കൂടെയുള്ള ആളുകളെ അത്രത്തോളം അല്ലേ, അടുത്ത് വ്യാസൻ നാരദനൊക്കെ വന്നിട്ട് അവരുടെ കാലെടുത്ത് മടിയിൽ വെച്ചോ? അത് കണ്ടില്ല. അവരുടെ കാലം ഇത്രയും വേണ്ട പോലെയൊന്നും ശുശ്രൂഷിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഭേദബുദ്ധിയുണ്ട്, വിഗ്രഹാരാധനയുണ്ട്. വിഗ്രഹാരാധന മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ശ്രീകൃഷ്ണൻ എന്ന വിഗ്രഹത്തെയാണ് അദ്ദേഹം ആരാധിക്കുന്നത്. അദ്ദേഹം ജ്ഞാനത്തെയല്ല ആരാധിക്കുന്നത്. അതിൽ നിന്നൊന്ന് മാറ്റണം, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ ഒന്ന് മാറ്റണം. ഈ വിഗ്രഹാരാധനയിൽ നിന്ന് ജ്ഞാനതലത്തിലേക്ക് ഒരാളെ ഉയർത്തണം. ഇതാണ് ഭഗവാന്റെ ഈ ഒരു ഉപദേശത്തിൻ്റെ താല്പര്യം എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഈ മഹാത്മാക്കളെയും കൂടി അങ്ങ് ഒന്ന് ശ്രദ്ധിക്കൂ. അവരൊക്കെ മഹാജ്ഞാനികളാണ്, അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് തുടരാം. ദേവാക്ഷേത്രാണി തീർത്ഥാനി ദർശന സ്പർശനാർച്ചനൈഃ ശനൈഃ പുനന്തി കാലേന തദപി അർഹത്തമേക്ഷയാ. ദേവാക്ഷേത്രാണി തീർത്ഥാനി ദർശന സ്പർശനാർച്ചനൈഃ ശനൈഃ പുനന്തി കാലേന തദപ്യർഹത്തമേക്ഷയാ. ഈ ശ്ലോകം ഈ ഭാഗവതത്തിൽ ആവർത്തിച്ചിരിക്കുന്ന, ഞാൻ എപ്പോഴും പറയാറുള്ള ശ്ലോകത്തിൻ്റെ അതേ ആശയം, അതേ അർത്ഥം. വാക്കുകൾ മാറ്റമുണ്ടെന്നേ ഉള്ളൂ. ഏതാ ശ്ലോകം ഓർമ്മ വരുന്നുണ്ടോ? ഭഗവാൻ സമന്ത പഞ്ചക തീർത്ഥത്തിൽ വെച്ച് ഋഷിമുനിമാരെയൊക്കെ കണ്ടപ്പോൾ പറഞ്ഞതോ ഓർമ്മയുണ്ടോ? ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാഃ തേ പുനന്തി ഉരുകാലേന ദർശനാദേവ സാധവഃ. ജലമയങ്ങളായ തീർത്ഥങ്ങൾ, അതുപോലെ തന്നെ ദാരുകൊണ്ടോ ശില കൊണ്ടോ മൃത്തുകൊണ്ടോ നിർമ്മിച്ച വിഗ്രഹങ്ങൾ, ക്ഷേത്ര വിഗ്രഹങ്ങൾ, ഇതെല്ലാം നമ്മൾ എത്ര ഭക്തിയോടെ ആരാധിച്ചാലും അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ കാലങ്ങൾ കഴിയണം. തേ പുനന്തി ഉരുകാലേന. എന്നാൽ ദർശനാത് ഏവ സാധവഃ. ഈ മഹാത്മാക്കളെ ദർശിക്കുന്ന മാത്രയിൽ അവർ നിങ്ങളെ ശുദ്ധീകരിക്കും, അനുഗ്രഹിക്കും. ഇത് തന്നെയാണ് ഇവിടെ ആശയം. ശനൈഃ പുനന്തി കാലേന. തേ പുനന്തി ഉരുകാലേന എന്ന് പറഞ്ഞത് ശനൈഃ പുനന്തി കാലേന. കാലേന ശനൈഃ പുനന്തി. കാലം കൊണ്ട് പതുക്കെ നിങ്ങളെ ശുദ്ധീകരിക്കും. ആരൊക്കെ? ദേവാഹ ക്ഷേത്രാണി തീർത്ഥാനി. ദേവാഹ
ക്ഷേത്രാണി തീർത്ഥാനി, ദേവന്മാരും ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളും ദർശന സ്പർശന അർച്ചനൈഹി, അവരെ വേണ്ട പോലെ ബഹുമാനിച്ച് ദർശിക്കണം, വേണ്ട പോലെ സ്പർശിക്കണം, വേണ്ട പോലെ അർച്ചിക്കണം. എന്നുവെച്ചാൽ ദേവന്മാരെ വേണ്ട പോലെ ദർശിക്കുകയും അർച്ചിക്കുകയും ചെയ്യണം, ക്ഷേത്രങ്ങൾ ദർശിക്കുകയും പൂജിക്കുകയും ചെയ്യണം, തീർത്ഥങ്ങൾ അവയെ സ്പർശിക്കുക എന്ന് വെച്ചാൽ തീർത്ഥസ്പർശം എന്ന് പറഞ്ഞാൽ സ്നാനാദികൾ, പാനാദികൾ, പൂജാദികളൊക്കെ. ഗംഗാ മുതലായ തീർത്ഥങ്ങളെ ദർശിക്കുന്നതും സ്പർശിക്കുന്നതും അർച്ചിക്കുന്നതും ഇതെല്ലാം തന്നെ കാലേന ശനൈഹി പുനന്തി, കാലം കൊണ്ട് പതുക്കെ നിങ്ങളെ പവിത്രീകരിക്കും. എന്നാൽ തദപി, അതിനേക്കാളും വേഗത്തിലാണ് അർഹത്തമേക്ഷയാ. അർഹത്തമന്മാർ എന്ന് പറഞ്ഞാൽ പൂജിക്കാൻ ഏറ്റവും യോഗ്യന്മാരായിട്ടുള്ളവർ ഈ മഹാപുരുഷന്മാരാണ്, ഈ മുനിശ്രേഷ്ഠന്മാരാണ്, മഹർഷി ശ്രേഷ്ഠന്മാരാണ്. അവരുടെ ഈക്ഷയാ, അവരെ അങ്ങോട്ട് ഈക്ഷിച്ചാലും മതി, അവരിങ്ങോട്ട് ഈക്ഷിച്ചാലും മതി. നിങ്ങൾ സജ്ജനങ്ങളുമായിട്ടുള്ള സമാഗമം, അവരുടെ കാരുണ്യ കടാക്ഷം, അതുപോലെ നിങ്ങൾ അവരുടെ മുമ്പിൽ ചെന്ന് പെട്ട് അവരെ ഒന്ന് കാണുക. ജീവിതത്തിൽ വലിയ മാറ്റം പെട്ടെന്നുണ്ടാവാൻ ഈ മഹാത്മാക്കൾക്കാണ് സാധിക്കുക, അല്ലാതെ ക്ഷേത്രങ്ങൾക്കോ തീർത്ഥങ്ങൾക്കോ ദേവന്മാർക്കോ അല്ല. ഭഗവാൻ പച്ചയ്ക്ക് എത്ര ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഭഗവത് ഭക്തന്മാരാരും കേൾക്കുന്നില്ലല്ലോ. എല്ലാവരും ഭഗവാൻ പറയുന്നതിന് ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്. ഭഗവാൻ പറയുന്നത് കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. ഭഗവാനെ ശ്വാസം മുട്ടിക്കാൻ എല്ലാവരും തയ്യാറാണ്. ഭഗവാൻ ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ടുകൊടുത്ത് അല്ലേ, അതിൻ്റെ അഭിമാനവും കൂടി ഞാൻ കൊടുത്തതാ എന്ന് പറയാനും അവിടെയുള്ള ആളുകളെയൊക്കെ കേടുവരുത്താനും. ഈ ഗുരുവായൂർ കൊണ്ടുപോയിട്ട് കണ്ണിക്കണ്ട സ്വർണവും വെള്ളിയും ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഹുണ്ടികയിലൊക്കെ കൊണ്ടുപോയി ഇടുന്നുണ്ട് ഓരോരുത്തർ. ഇതൊക്കെ കാലങ്ങളായിട്ട് ആൺകുട്ടികൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കേണ്ട, ഒന്നിനും ഒരു കണക്കുമില്ല, ഓരോ ഓഡിറ്റിങ്ങും ഇല്ല. എത്ര കാലമായി ഗുരുവായൂരിലേക്ക് ഭണ്ഡാരത്തിൻ്റെയും മറ്റു കണക്കുകളുടെയൊക്കെ ഓഡിറ്റിംഗ് ചെയ്തിട്ട്. ഇപ്പൊ തന്നെ അവിടെ നടക്കുന്നതായിട്ടുള്ള വലിയ കൊള്ളയാണ് 1000 രൂപയ്ക്കുള്ള ദർശനം. ഒരാൾക്ക് 1000 രൂപ അല്ലേ? അതിന് വാസ്തവത്തിൽ ശരിയായിട്ടുള്ള കണക്കുണ്ടോ, ഓഡിറ്റിംഗ് ഉണ്ടോ? ഒരു ടോക്കൺ ഇഷ്യൂ ചെയ്യുന്നു, അതിൽ നമ്പർ പോലും ഇല്ല, സീരിയൽ നമ്പറുകൾ പോലും ഇല്ല. അത് ഒറിജിനൽ റെക്കോർഡ്സിൽ പെടുന്നതാണോ, ഡ്യൂപ്ലിക്കേറ്റ് ബിനാമി റെക്കോർഡ്സുകളാണോ? ഇതൊക്കെ എങ്ങനെയാ അപ്പോൾ നമുക്ക് തെളിയിക്കുക? ഓഡിറ്റർമാരെ അവിടേക്ക് അടുപ്പിച്ചാലല്ലേ അവരുടെ വായിൽ എന്തെങ്കിലും തിരികിയിട്ട് എവിടെയെങ്കിലും ഇരുത്തിയിട്ടുണ്ടാവും. വിജിലൻസ് ആവട്ടെ, അങ്ങനെയുള്ള ഏത് ഡിപ്പാർട്ട്മെന്റുകളും വന്ന് അന്വേഷിക്കാതിരിക്കാൻ അതിലെ ഉദ്യോഗസ്ഥന്മാർ മനുഷ്യന്മാരാണ്. അവർക്ക് 100 വീക്ക്നെസ്സുകളുണ്ട്. അവരുടെ വീക്ക്നെസ്സുകളെ ഫുൾഫിൽ ചെയ്ത് അവരെ വായടച്ച് ഒതുക്കിയിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി കാശ് കൊടുത്തിട്ടൊന്നും ഭഗവാനെ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഭഗവാൻ പറയുന്നത് കേൾക്കണം. ഭഗവാൻ പറയുന്നത് കേൾക്കണമെങ്കിൽ ഭഗവത്ഗീതയും ഉദ്ധവഗീതയും ഭഗവാനും തൻ്റെ ഭക്തന്മാരുമായിട്ടുള്ള സംവാദങ്ങൾ ഭാഗവതത്തിൽ നിറഞ്ഞു കിടപ്പുണ്ട്. അതൊക്കെ കേൾക്കണം. അത് കേട്ടാലേ ഭഗവാന്റെ ഉദ്ദേശ്യം എന്താണ്, ഭഗവാന് നമ്മളോട് പറയാനുള്ളത് എന്താണ്, ഭഗവാനോട് നമ്മൾ പറയണം സാധി മാം. അർജുനൻ പറഞ്ഞതുപോലെ, ഇപ്പൊ ഈ മഹാത്മാവ് പറഞ്ഞതുപോലെ അല്ലേ, സത്വം ഷാദി സ്വവൃത്യാന്ന, അങ്ങ് ഞങ്ങളെ അനുശാസിച്ചാലും ഞങ്ങൾക്ക് ആജ്ഞ നൽകിയാലും ഞങ്ങളെ ഉപദേശം ചെയ്ത് രക്ഷിച്ചാലും അങ്ങനെ ഭഗവാൻ ശാസിക്കുന്നതാണ് ശാസ്ത്രം. അപ്പോൾ ഭഗവാന്റെ ശാസ്ത്രങ്ങളെയാണ് നമ്മൾ ശ്രവിക്കേണ്ടത്. അല്ലാതെ ബാക്കിയുള്ളതെല്ലാം പ്രാകൃതങ്ങളായിട്ടുള്ള ബിഗിനിങ് സ്റ്റേജസ് മാത്രമാണ്.
അർച്ചായാമേവ ഹരയേ പൂജാം യ ശ്രദ്ധയേഹതേ ന ച തദ്ഭക്തേഷു ന ച അന്യേഷു സ ഭക്തഃ പ്രാകൃതഃ സ്മൃതഃ. അപ്പോൾ ഈ പ്രാകൃത തലത്തിൽ നിന്ന് സംസ്കൃത തലത്തിലേക്ക് ഭക്തന്മാർ ഉയരണം. എന്നും LKG തന്നെ ഇരിക്കേണ്ടതല്ല. ഭഗവാന് പറയാനുള്ളത് കേൾക്കണം, ഭഗവത്ഗീതയൊക്കെ പഠിക്കണം. അപ്പോഴേ ഭഗവാന്റെ ഭക്തന്മാരാവുകയുള്ളൂ. ഭഗവാൻ അംഗീകരിക്കുന്ന തലത്തിലേക്ക് ഉയരണമെങ്കിൽ ഭഗവാന് പറയാനുള്ളത് കേട്ട് ആ സ്റ്റാൻഡേർഡ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ വെറുതെ കുറെ കുറിയിട്ടത് കൊണ്ടോ വസ്ത്രങ്ങൾ ധരിച്ചത് കൊണ്ടോ മാലകൾ കുറെ ഇട്ടത് കൊണ്ടോ താടിയോ തലയോ നീട്ടി വളർത്തിയത് കൊണ്ടോ ശയനപ്രദക്ഷിണം ചെയ്തത് കൊണ്ടോ ഒന്നും ഭക്തിയാവില്ല. അപ്പോ ദേവാഹ ക്ഷേത്രാണി തീർത്ഥാനി, ദേവന്മാർ അഥവാ വിഗ്രഹങ്ങൾ, ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും മറ്റും, ക്ഷേത്രങ്ങൾ, തീർത്ഥങ്ങൾ, ഇതെല്ലാം ദർശന സ്പർശന അർച്ചനൈഹി, ദർശനം ചെയ്തോ അവയെ സ്പർശിച്ച് തീർത്ഥാദികളെയൊക്കെ സ്പർശിക്കുകയും, നമ്മുടെ വീട്ടിലുള്ള വിഗ്രഹങ്ങളാണെങ്കിൽ നമ്മൾ അഭിഷേകാദികൾ ചെയ്യുന്നതൊക്കെ സ്പർശനമാണ്. അതുപോലെ അർച്ചനാദികൾ കൊണ്ടും ചെയ്താൽ അവരൊക്കെ വളരെ കാലം കൊണ്ട്, ചിലപ്പോൾ ഈ ജന്മത്തിൽ അതിൻ്റെ ഫലം കിട്ടിയില്ല എന്ന് വരും, അടുത്ത എത്ര ജന്മങ്ങൾ കഴിയേണ്ടി വരുമെന്നും അറിയില്ല. അതാണ് കാലേന ശനൈഹി പുനന്തി, ഇമ്മീഡിയറ്റ് ഫലം നൽകുന്നതല്ല ഇതൊന്നും. എന്നാൽ തദപി അർഹത്തമേക്ഷയാ, അർഹത്തമന്മാരുടെ ഈക്ഷ, അവരുടെ കടാക്ഷം, അവരെ നിങ്ങൾ അങ്ങോട്ട് ദർശിക്കുക. ഇത് നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും വേഗത്തിൽ ശമിപ്പിക്കും എന്ന് പറയണം. അതുകൊണ്ട് ഈ മഹാത്മാക്കളെ, ഈ പരമജ്ഞാനികളെ അങ്ങ് ദർശിച്ചതിൻ്റെ ഗുണം അങ്ങ് മനസ്സിലാക്കൂ. ഈ ദേവനേക്കാൾ ഈ നിൽക്കുന്ന ദേവന്മാരാണ് അർഹത്തമേക്ഷണന്മാർ, അർഹത്തമന്മാർ. അവരെയും കൂടി വേണ്ട പോലെ ഗ്രഹിക്കൂ, മനസ്സിലാക്കൂ എന്ന് ഭഗവാൻ പറയാതെ പറയുകയാണ്. അല്ലെങ്കിൽ ഭഗവാൻ ഭാവിട്ട് പറയുകയാണെന്ന് തന്നെ പറയാം. ബ്രാഹ്മണോ ജന്മനാ ശ്രേയാൻ സർവേഷാം പ്രാണിനാമിഹ തപസാ വിദ്യയാ തുഷ്ട്യാ കിമു മത്കലയായുതഃ. ബ്രാഹ്മണോ ജന്മനാ ശ്രേയാൻ സർവേഷാം പ്രാണിനാമിഹ തപസാ വിദ്യയാ തുഷ്ട്യാ കിമു മത്കലയായുതഃ. അപ്പോൾ ഇവിടെ ബ്രാഹ്മണരുടെ, ഭക്തന്മാരുടെ മാഹാത്മ്യമുടെ എടുത്തു പറയുകയാണ്. സർവേഷാം പ്രാണിനാം ഇഹ ബ്രാഹ്മണ ജന്മന ശ്രേഷ്ഠ. എല്ലാ പ്രാണികളിലും വെച്ച് ബ്രാഹ്മണ ജന്മം എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളത് തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം അതുപോലെയുള്ള ആ ഒരു അച്ഛനമ്മമാരിൽ നിന്ന് അതുപോലെ സംസ്കാരമുള്ള ഒരു കുലത്തിൽ വന്ന് ജനിക്കണമെങ്കിൽ നല്ല പുണ്യം ചെയ്തിരിക്കണം. അപ്പം ആ ജന്മം കൊണ്ട് മാത്രം ആവോ? ഇല്ല, അതിൻ്റെ കൂടെ വേണ്ടതാണ്. അതാണ് തപസ വിദ്യയാ തുഷ്ട്യ. കൂട്ടത്തിൽ വേണ്ടത് തപസ്സാണ്. ബ്രാഹ്മണനായി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ തപസ് എന്ന് പറയുന്നത് സ്വധർമാചരണമേവ തപഃ. ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർ ചെയ്യേണ്ട സ്വധർമ്മമുണ്ട്. ആ ചെറുപ്രായത്തിൽ തന്നെ ഉപനയനം കഴിച്ച് ആ ഉപനയനം കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ആരംഭിക്കുന്നു. നിത്യകർമ്മങ്ങൾ, ഗായത്രി ഉപാസന, സന്ധ്യാവന്ദനം, 3 നേരവും ത്രിസന്ധ്യകളെയും ഉപാസിക്കുക, സമിതാദാനം മുതലായിട്ടുള്ള കർമ്മങ്ങൾ, അതുപോലെ ഗുരുക്കന്മാരെ സേവിക്കൽ, വേദം അഭ്യസിക്കുക, സ്വാധ്യായം, അത് കഴിഞ്ഞ് നല്ലോണം സമാവർത്തനം വരയ്ക്ക് അധ്യയനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രവചനവുമാവാം. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. സ്വാധ്യായ പ്രവചനങ്ങൾ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ലാത്തതാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട്
എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും തോന്നിയ തൊഴിലല്ല ചെയ്യേണ്ടത്. വൈശ്യൻ്റെ തൊഴിലോ ശൂദ്രൻ്റെ തൊഴിലോ അല്ല ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് ബ്രാഹ്മണന് പറഞ്ഞിട്ടുള്ള സ്വധർമ്മം ഉണ്ട്. അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, സ്വീകരണം, പ്രതിഗ്രഹം, ദാനം. ഇത് ഈ 6 കർമ്മങ്ങളെ ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ളൂ. ഇത് ചെയ്യുമ്പോഴാണ് അയാൾ കർമ്മം കൊണ്ടും ബ്രാഹ്മണനാകുന്നത്. സ്വഭാവം കൊണ്ട്, ശീലം കൊണ്ട്, സത്വഗുണം കൊണ്ട്, എല്ലാ നന്മകളും കൊണ്ട്, സത്യം പറയുക, ധർമ്മം അനുഷ്ഠിക്കുക, ഇതൊക്കെ കൊണ്ട് ബ്രാഹ്മണനാവുമ്പോൾ അവൻ ശ്രേഷ്ഠനാകുന്നു. തപസാ വിദ്യയാ തുഷ്ട്യ. തപസ് എന്ന് പറഞ്ഞാൽ സ്വധർമാചരണമാകുന്നു തപസ്. വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ജ്ഞാനമാർജിക്കുക, ആ ജ്ഞാനത്തിനനുസരിച്ച് ജീവിക്കുക. തുഷ്ട്യ എന്ന് പറഞ്ഞാലോ എപ്പോഴും എതിർച്ചാലാപ സന്തുഷ്ടനായിരിക്കുക. ഇതാണ് ബ്രാഹ്മണന്റെ ലക്ഷണം. അങ്ങനെയുള്ളവർ ശ്രേഷ്ഠന്മാരാണ്. അപ്പോൾ ഇത് ഓരോന്നും കൂടുന്തോറും ശ്രേഷ്ഠത കൂടിക്കൂടി വരികയാണ്. അതാണ് ജന്മം കൊണ്ടൊരു ശ്രേഷ്ഠതയുണ്ട്. മറ്റ് ജീവജാലങ്ങളിലൊക്കെ വെച്ച് ബ്രാഹ്മണ ജന്മം ശ്രേഷ്ഠം തന്നെയാണ്. അതിൽ തപസ്സുള്ളവർ ഒന്നുകൂടെ ശ്രേഷ്ഠരാകുന്നു, വിദ്യയുള്ളവർ അതിലും ശ്രേഷ്ഠരാകുന്നു, തുഷ്ടി എതിർച്ചാലാപ സന്തുഷ്ടി എന്നുള്ളതായുള്ള ഗുണമുള്ളവർ അതിലും ശ്രേഷ്ഠരാകുന്നു. അപ്പൊ പിന്നെ പറയണോ എന്നാ ചക്കിയമൂ വക്തവ്യം. ആരുടെ കാര്യം? മത്കലയായുത. മത്കലയായുത എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ ഉപാസിച്ച് ഹൃദയത്തിൽ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മത്കലയായുത. മത്കല എന്ന് പറഞ്ഞാൽ എൻ്റെ അംശത്തെ ഭക്തി കൊണ്ട് ഹൃദയത്തിൽ ഉറപ്പിച്ചവരാണ് മത്കലയായുത. അപ്പം മത്ഭക്തനായിട്ടുള്ള ബ്രാഹ്മണൻ ഏറ്റവും ശ്രേഷ്ഠനാകുന്നു. അപ്പം ബ്രാഹ്മണനെ ഏറ്റവും ശ്രേഷ്ഠനാക്കുന്നത് അയാളുടെ ഭക്തിയാണ്. പ്രഹ്ലാദ സ്തുതിയിലും പ്രഹ്ലാദൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഭക്തിയില്ലാത്തവൻ എന്ത് യോഗ്യതയുണ്ടായിട്ടും അയാൾ ബ്രാഹ്മണനായിക്കോട്ടെ, 12 ഗുണങ്ങളുണ്ടായിക്കോട്ടെ, ഭക്തിയില്ലെങ്കിൽ അയാള് മഹാമോശമാണ്, അയാളേക്കാൾ ശ്രേഷ്ഠനാണ് ഭക്തിയുള്ള ചണ്ടാളൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്തിയുള്ള ചണ്ടാളൻ തന്നെയും തൻ്റെ കുലത്തെയും എല്ലാം പവിത്രീകരിക്കുന്നു. അപ്പോൾ അവിടെ ഭക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം അങ്ങനെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആൾക്കാരായി നിൽക്കുന്നത് അങ്ങനെയുള്ളവരെ അങ്ങ് വേണ്ട പോലെ ബഹുമാനിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ മനസ്സിരുത്തണം. ഇത് ശ്രുതദേവനോട് മാത്രമല്ല, ലോകത്തിനോട് മുഴുവനുള്ള ഭഗവാന്റെ ഉപദേശമാണ്. അപ്പോൾ പിന്നെ യോഗ്യതകളൊക്കെ ഉള്ള ശീലവൃദ്ധന്മാർ, വയോവൃദ്ധന്മാർ, തപോവൃദ്ധന്മാർ, ജ്ഞാനവൃദ്ധന്മാർ, ഇങ്ങനെ എല്ലാറ്റിലും വൃദ്ധിയെ പ്രാപിച്ചവരെ, എന്നുവെച്ചാൽ വൃദ്ധി എന്ന് പറഞ്ഞാൽ വളർച്ചയെ പ്രാപിച്ചവരെ ബഹുമാനിക്കേണ്ടതാണ്, ആദരിക്കേണ്ടതാണ്. ന ബ്രാഹ്മണാന്മേദയിദം രൂപമേതചതുർഭുജം സർവവേദമയോ വിപ്രഃ സർവദേവമയോ ഹ്യഹം. ന ബ്രാഹ്മണാന്മേദയിദം രൂപമേതചതുർഭുജം സർവവേദമയോ വിപ്രഃ സർവദേവമയോ ഹ്യഹം. ഭഗവാൻ പറയണു, ഉത്തമന്മാരായിട്ടുള്ള ബ്രാഹ്മണരെക്കാൾ എനിക്ക് എൻ്റെ ഈ ദേഹം പോലും പ്രിയപ്പെട്ടതൊന്നുമല്ല. എന്നുവെച്ചാൽ മേ ചതുർഭുജം ഏതദ്രൂപം ബ്രാഹ്മണാത് ന ദയിതം. മേ ചതുർഭുജം ഏതദ്രൂപം, എൻ്റെ ഈ 4 കൈകളോടുകൂടിയ ഈ വിഷ്ണു രൂപം ഉണ്ടല്ലോ, ഈ കൃഷ്ണരൂപം ഉണ്ടല്ലോ, അത് ബ്രാഹ്മണാത് ന ദയിതം, ഉത്തമനായ ജ്ഞാനിയായ താപസനായ ഒരു ബ്രാഹ്മണനേക്കാൾ പ്രിയപ്പെട്ടതല്ല. ഭഗവാൻ തൻ്റെ മൂർത്തിയെ തള്ളിപ്പറയണം. ഇതിലൂടെ മൂർത്തി ഉപാസകന്മാർക്കുള്ള ഭഗവാന്റെ സന്ദേശമാണ്. നിങ്ങൾ ഈ മൂർത്തിയിൽ കുടുങ്ങിക്കിടക്കാതെ അറിവുള്ള മഹാത്മാക്കളെ പൂജിക്കൂ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതാണ് ഈ രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഷ നമ്മൾ മനസ്സിലാക്കാൻ ഭഗവാനുമായി ഒന്ന് ട്യൂണിങ്ങിലായാൽ മതി. ഭഗവാനുമായിട്ടൊരു താദാത്മ്യം, ഈ ആശയവുമായിട്ട് ഒരു
ഒരു ചർച്ച. അപ്പോൾ ഭഗവാൻ പറയുന്നത്, എനിക്ക് എൻ്റെ ഈ ചതുർഭുജമായ രൂപത്തേക്കാൾ ദൈതമാണ് ഈ മഹാത്മാക്കളായ ബ്രാഹ്മണർ. കാരണം എന്താ വെച്ചാൽ വിപ്രഹ സർവവേദമയ, വിപ്രന്മാർ സകല വേദസ്വരൂപന്മാരാണ്. വേദമെന്നാൽ അറിവാണ്. അപ്പോൾ ആ അറിവിൻ്റെ സമുച്ചയമായ വേദങ്ങളൊക്കെ അഭ്യസിച്ച് അതിൽ നിന്ന് അതിൻ്റെ സാരമായിട്ടുള്ള തത്വം ഉൾക്കൊണ്ടിട്ടുള്ളവരാണ് ഈ ജ്ഞാനികൾ, മഹാത്മാക്കൾ. ഒരു അറിവിൻ്റെ നിറകുടങ്ങളാണ് എന്ന് താല്പര്യം. അല്ലാതെ വേദത്തിലെ മന്ത്രങ്ങളൊക്കെ കാണാപ്പാഠം പഠിച്ച് ചൊല്ലും എന്നിട്ട് അതിനെ ഉപജീവനത്തിന് ഉപയോഗിക്കും അല്ല അതിൻ്റെ അർത്ഥം. അവര് വേദത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട തത്വം, സാരം സ്വായത്തമാക്കിയിട്ടുള്ളവരാണ്. സർവവേദമയ അഹം ഹി സർവദേവമയ, ഞാനാകട്ടെ സർവദേവസ്വരൂപനാണ്. അപ്പോൾ സർവദേവസ്വരൂപന്മാരെക്കാൾ വേദസ്വരൂപന്മാരായ ബ്രാഹ്മണർക്ക് മഹിമയേറും എന്നാണ് ഭഗവാൻ പറഞ്ഞു വരുന്നത്. ഇവരാണ് പ്രമാണം, ഞാൻ പ്രമേയമാണ് എന്നും കൂടി പറഞ്ഞതിൻ്റെ താല്പര്യം. വേദങ്ങളിലെ പ്രമാണമായിട്ടുള്ളത് ദേവ തത്വമാണ്. ഇവര് അതിന് പ്രമാണങ്ങളാണ്. ഇവരാണ് ദേവന്മാരെ അറിയിച്ചു തരുന്നവർ. അതുകൊണ്ട് ഇവരിലൂടെ വേണം എന്നിലേക്ക് എത്താൻ, എൻ്റെ തത്വം അറിയാൻ. അതുകൊണ്ട് ഇവർക്ക് ഏറ്റവും മാഹാത്മ്യം. അതുകൊണ്ട് ബ്രാഹ്മണ ആരാധനം എനിക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള കാര്യമാകുന്നു. ദുഷ്പ്രജ്ഞ അവിദിത്വൈവം അവജാനന്ത്യസൂയവഃ ഗുരും മാം വിപ്രമാത്മാനം അർച്ചാദൗ ഇജ്യദൃഷ്ടയഃ. ദുഷ്പ്രജ്ഞ അവിദിത്വൈവം അവജാനന്ത്യസൂയവഃ ഗുരും മാം വിപ്രമാത്മാനം അർച്ചാദൗ ഇജ്യദൃഷ്ടയഃ. വളരെ വ്യക്തമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ദുഷ്പ്രജ്ഞാഹ, ദുഷിച്ച പ്രജ്ഞയോടുകൂടിയവർ. എന്താ പ്രജ്ഞയെ ദുഷിപ്പിക്കുന്നത്? പ്രജ്ഞയെ ദുഷിപ്പിക്കുന്നത് കാമക്രോധാദികൾ, സ്വാർത്ഥത, ഇതൊക്കെയാണ് ബുദ്ധിയെ ദുഷിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാമക്രോധാദി ദോഷങ്ങളുള്ളവർ, പലതരത്തിലുള്ള അഹങ്കാര അഭിമാനാദികളുള്ളവർ, അങ്ങനെയുള്ളവർ അവിദിത്വാ ഏവം അവജാനന്തി അസൂയവഃ. അസൂയവഃ, അവർ അസൂയ എന്നുള്ള ദോഷമുള്ളവരാണ്, മത്സര ബുദ്ധിയുള്ളവരാണ്. അങ്ങനെയുള്ള മത്സര ബുദ്ധിയുള്ള ദോഷദൃഷ്ടിയുള്ള ആളുകൾ, ദുഷ്പ്രജ്ഞന്മാരായിട്ടുള്ളവർ ഏവം അവിദിത്വ, ഈ കാര്യങ്ങളൊന്നും അറിയാതെ, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കാതെ, അറിവില്ലാതെ, അർച്ചാദൗ ഇജ്യദൃഷ്ടയഃ. അർച്ചാദൗ, അർച്ച എന്ന് പറഞ്ഞാൽ വിഗ്രഹം, വിഗ്രഹാദികളിൽ, പ്രതിമാദികളിൽ, ഇജ്യദൃഷ്ടയഃ, ഇതാണ് ഏറ്റവും പൂജ്യമായിരിക്കുന്നത്, ഇതിനെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ള ദൃഷ്ടിയോടുകൂടി, അതിലുറച്ച ദൃഷ്ടിയോടുകൂടിയിട്ട് ഗുരും മാം ആത്മാനം വിപ്രം അവജാനന്തി. അതാണ് ഭഗവാൻ പറയാനുള്ളത്. ഗുരും മാം, ഗുരുവായിരിക്കുന്ന എന്നെ, ആത്മാനം, ആത്മാവായിരിക്കുന്ന വിപ്രം, ഒരു ബ്രാഹ്മണനെ അവജാനന്തി, അവഗണിക്കുന്നു, അപമാനിക്കുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് ആത്മരൂപനായിരിക്കുന്നത്, ആത്മരൂപം തന്നെയാണ് ബ്രാഹ്മണനായിരിക്കുന്നത്. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ എന്ന് പറയുന്ന ആശയമാണ്. ഈശ്വരോ ഗുരുരാത്മേതി, ഈശ്വരനായും ഗുരുവായും ആത്മാവായും മൂർത്തിഭേദമേ ഉള്ളൂ, വസ്തുഭേദം ഇല്ല. മൂന്ന് രൂപങ്ങളെ ധരിച്ചിരിക്കുന്നു, വസ്തു ഒരേ തത്വമാണ്. ആ ഭഗവാന് ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം. വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമ. അതുപോലെ ഇവിടെ ഭഗവാൻ പറയണം, ഞാൻ തന്നെയാണ് നിങ്ങളുടെ ആത്മാവായിരിക്കുന്നതും ഗുരുവായിരിക്കുന്നതും. അങ്ങനെയുള്ള മാം, എന്നെ അവജാനന്തി, അവഗണിക്കുന്നു. അപ്പോ മൂർത്തിയിൽ മാത്രം നിങ്ങൾ ഭഗവാനെ പൂജിക്കുന്നു,
ബ്രാഹ്മണരെ നിന്ദിക്കുന്നു. ഇത് വാസ്തവത്തിൽ നിങ്ങളുടെ അറിവില്ലായ്മയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ അറിവില്ലായ്മ മാറ്റണം. നിങ്ങളുടെ ഈ അവഗണന മാറ്റണം. ആരോട്? മഹാത്മാക്കളോടുള്ള അവഗണന മാറ്റണം. എങ്കിലേ എനിക്ക് സന്തോഷമാവുള്ളൂ. ഇതെല്ലാം എൻ്റെ തന്നെ മൂർത്തികളാണ്. ഈ ബ്രാഹ്മണർ ഞാൻ തന്നെയാണ്, ഗുരു ഞാൻ തന്നെയാണ്, നിങ്ങളുടെ ആത്മാ ഞാൻ തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ അവഗണിച്ചാൽ, ഉപദ്രവിച്ചാൽ, നിന്ദിച്ചാൽ എന്നെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. നിങ്ങളുടെ അറിവില്ലായ്മയാണ് അതിന് കാരണം. നമ്മൾ ഒരു എന്താ പറയുക, വ്യക്തിയുടെ ശരീരത്തിലെ ഒരു അവയവത്തെ നിങ്ങൾ നല്ലോണം പൂജിക്കുന്നു, മറ്റൊരു അവയവത്തെ വേദനിപ്പിക്കുന്നു. അത് മര്യാദയാണോ? അല്ലേ? ദൃഷ്ടാന്തമായിട്ടുള്ളൊരു കഥ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗുരുവിനെ 2 ശിഷ്യന്മാർ മത്സരിച്ച് സേവിക്കും. അപ്പോൾ ഇവരെപ്പോഴും മത്സരിക്കുന്നത് കണ്ട് ഗുരു ഒരു പണി ചെയ്തു. 2 പേർക്കും തൻ്റെ ശരീരം സേവിക്കാൻ പകുതിയായിട്ട് പങ്കിട്ട് കൊടുത്തു. എങ്ങനെ? നീ എൻ്റെ വലത് കാല് ഒഴിഞ്ഞു തന്നോ, മറ്റേ ആൾ ഇടത് കാല് ഒഴിഞ്ഞു തന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മത്സരിച്ച് ഈ കാലൊഴിയും. അങ്ങനെ ഇരിക്കെ ഒരാൾക്ക് എവിടെയോ പോണ്ടി വന്നു, ഒരു ശിഷ്യന്. അപ്പോൾ ഒരു ശിഷ്യൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ആ ശിഷ്യൻ വലത് കാല് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗുരുവിന് ഇടത് കാലാണ് നല്ല വേദന. നീ എൻ്റെ ഇടത് കാലൊന്ന് ഒഴിഞ്ഞുതാ എന്ന് പറയുമ്പോൾ ഈ ശിഷ്യൻ പറയണ്, ഞാൻ അവൻ്റെ കാലൊന്നും ഒഴിഞ്ഞു തരില്ല. അവൻ എന്ന് കാണുന്നത് ആരെയാണ്? മറ്റേ തൻ്റെ മത്സരതായിട്ടുള്ള കൂട്ടുകാരനെ, ഗുരുബായിയെ. മാത്രമല്ല അതിനെ എന്തൊക്കെയോ ചെയ്തു, ഉപദ്രവിക്കുകയും ചെയ്തു. മറ്റേ ശിഷ്യൻ തിരിച്ചു വന്നപ്പോൾ തൻ്റെ കാലിനെ, എന്നുവെച്ചാൽ താൻ സേവിക്കുന്ന ഗുരുവിൻ്റെ കാലിനെ തൻ്റെ എതിരാളി ശിഷ്യൻ, ഗുരുശിഷ്യൻ വേദനിപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ അതിന് പ്രതികാരം ചെയ്യാനായിട്ട് അയാൾ എന്താ ചെയ്തത്? ആ ഗുരുവിൻ്റെ മറ്റേ കാലിനെ നല്ല അമ്മിക്കല്ലെടുത്ത് ഇടിച്ച് പദം വരുത്തി. 2 ശിഷ്യന്മാരുടെ ശുശ്രൂഷ ഗംഭീരായിട്ടില്ലേ? എൻ്റെ കാല് നിന്റെ കാല് എന്ന് പിരിച്ചിരിക്കുന്നത് ആരുടെ കാലിനെയാണ്? ഗുരുവിൻ്റെ കാലിനെയാണ്. എന്നിട്ട് വേദനിപ്പിച്ചത് ആരുടെ കാലിനെയാണ്? ഗുരുവിൻ്റെ കാലിനെയാണ്. ഇതുപോലെ മൂഢന്മാരാണ് നമ്മുടെ ഇടയിലുള്ള ആളുകളൊക്കെ. ഇവിടെ ഭഗവാൻ പറയുന്നു, ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഗുരുവായി, നിങ്ങളുടെ ഉപദേഷ്ടാവായി, നിങ്ങളുടെ ആത്മാവായി, ഈശ്വരനായും എല്ലാം കാണപ്പെടുന്നത്. ആ ഈശ്വരൻ പ്രതിമയിലല്ല, നിങ്ങളുടെ മനസ്സിലാണ് ഇരിക്കേണ്ടത്. പ്രതിമ ഒരു പ്രതീകം മാത്രമാണ്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനുള്ളതായിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ്. അതല്ല പരമമായിട്ടുള്ളത്. അതിലല്ല ഏറ്റവും വലിയ പൂജ ചെയ്യേണ്ടത്. പൂജ ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളെയാണ് എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. ഇത് കേൾക്കുക. ദുഷ്പ്രജ്ഞ അവിദിത്വൈവം അവജാനന്ത്യസൂയവഃ ഗുരും മാം വിപ്രമാത്മാനം അർച്ചാദൗ ഇജ്യദൃഷ്ടയഃ ചരാചരമിദം വിശ്വം ഭാവായേ ചാസ്യ ഹേതവഃ മദ്രൂപാണീതി ചേതസി ആധത്തെ വിപ്രോ മദീക്ഷയാ. ചരാചരമിദം വിശ്വം ഭാവായേ ചാസ്യ ഹേതവഃ മദ്രൂപാണീതി ചേതസ്യാധത്തെ വിപ്രോ മദീക്ഷയാ. ചരാചരം ഇദം വിശ്വം അസ്യ ഹേതവഃ യേ ഭാവാഃ വിപ്രഃ മദീക്ഷയാ മദ്രൂപാണീതി ചേതസി ആദത്തെ. ചരാചരം ഇദം വിശ്വം, ചരവും അചരവുമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ അസ്യ ഹേതവഃ യേ ഭാവാഃ. ഇനി ഇതിന്റെ കാരണങ്ങളായ ഏതെല്ലാം ഭാവങ്ങളും ഉണ്ടോ, ഈ വിശ്വത്തിന് കാരണമായ സൂക്ഷ്മമായിരിക്കുന്ന തത്വങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വിപ്രാഹ മദീക്ഷയാ,
ഒരു വിപ്രൻ, ഒരു ബ്രാഹ്മണൻ, ഒരു മഹാത്മാവ് മദീക്ഷയ എന്നെ തന്നെ കാണുന്നു, എൻ്റെ ദർശനം കൊണ്ട് മദ്രൂപാണീതി ചേതസി ആദത്ത്, എൻ്റെ തന്നെ രൂപങ്ങളെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നു. അപ്പോ ഭഗവാന്റെ തത്വം അറിയുന്നവനാണ് യഥാർത്ഥ വിപ്രൻ. എല്ലാറ്റിലും ഭഗവാൻ തന്നെയാണ്. ഈ കാണുന്ന കാര്യമായിരിക്കുന്ന വിശ്വവും അതിന് കാരണമായിരിക്കുന്ന തത്വങ്ങളും, അല്ലെ, അഹങ്കാരം അല്ലെങ്കിൽ മഹത്തത്വം, മൂലപ്രകൃതി, ഇങ്ങനെയൊക്കെ പറയുന്ന പല പേരിലുള്ള കാരണങ്ങളുണ്ട്. കാര്യമായിരിക്കുന്ന ഈ ചരാചരാത്മകമായ പ്രപഞ്ചമുണ്ട്. ഇതെല്ലാം ഭഗവത് തത്വമായി ദർശിക്കുന്നു, ഭഗവാൻ തന്നെയായി ദർശിക്കുന്നു. മദ്രൂപാണീതി ചേതസി ആദത്തെ, എൻ്റെ രൂപം തന്നെയാണെന്ന് അവർ മനസ്സിൽ ധരിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാറ്റിലും ഭഗവാനെ കാണുന്ന സർവാത്മഭാവം ഉള്ളവനാണ് ഏറ്റവും വലിയവൻ. ആ വലിയവരെ, ആ വിപ്രന്മാരെ പൂജിക്കേണ്ടതാണ്. ഇതാണ് ഉത്തമ ബ്രാഹ്മണന്റെ ലക്ഷണം. എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നതാണ് ഉത്തമ ബ്രാഹ്മണന്റെ ലക്ഷണം. അവരെ പൂജിക്കുക, ഇതാണ് താല്പര്യം. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവം ആത്മനഃ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമ. നമ്മളിനി ഏകാദശ സ്കന്ധത്തിൽ ഭാഗവതോത്തമനെ കുറിച്ച് കാണുമ്പോൾ എല്ലാറ്റിലും ഈശ്വരനെ ദർശിക്കുന്നവൻ ആരോ അവനാണ് ഭാഗവതോത്തമൻ. അങ്ങനെയുള്ളവരാണ് വിപ്രന്മാർ, യഥാർത്ഥ ബ്രാഹ്മണന്മാർ. അവരെ ബഹുമാനിക്കേണ്ടതാണ് എന്ന് ഇവിടെ വീണ്ടും വീണ്ടും പറയുകയാണ്. തസ്മാത് ബ്രഹ്മർഷീൻ ഏതാൻ ബ്രഹ്മൻ മത്ശ്രദ്ധയാർച്ചയ ഏവം ചേതർച്ചിതോസ്മ്യദ്ധാ നാന്യഥാ ഭൂരിഭൂതിഭിഃ. തസ്മാത് ബ്രഹ്മർഷീൻ ഏതാൻ ബ്രഹ്മൻ മത്ശ്രദ്ധയാർച്ചയ ഏവം ചേതർച്ചിതോസ്മ്യദ്ധാ നാന്യഥാ ഭൂരിഭൂതിഭിഃ. തസ്മാത്, therefore, ഇത്രയും ഞാൻ പറഞ്ഞതുകൊണ്ട്, ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണോത്തമ, ഏതാൻ ബ്രഹ്മഋഷീൻ മത്ശ്രദ്ധയാ അർച്ചയ. ഏതാൻ, ഈ വന്നിരിക്കുന്ന ബ്രഹ്മഋഷീൻ, ബ്രഹ്മർഷികളായ ഈ മഹാത്മാക്കളെ മത്ശ്രദ്ധയാ അർച്ചയ, എന്നിൽ എപ്രകാരം ശ്രദ്ധയുണ്ടോ അപ്രകാരമുള്ള ശ്രദ്ധയോടുകൂടി തന്നെ, എന്നിൽ നിന്ന് അവരൊട്ടും കുറവല്ല എന്ന് ഭാവിച്ചുകൊണ്ട്, ഈശ്വരൻ തന്നെയാണ് ഈ രൂപത്തിൽ നിൽക്കുന്നത് എന്ന് ഭാവിച്ചുകൊണ്ട് പൂജിച്ചാലും, അവരെ ഒന്നുകൂടെ പൂജിക്കൂ വേണ്ടതുപോലെ ഭക്തിയോടുകൂടെ, ഞാൻ തന്നെയാണ് അവരെന്ന് അറിഞ്ഞുകൊണ്ട് പൂജിച്ചാലും, ഏവം ചേത്, ഇപ്രകാരമായാൽ, അങ്ങനെ ചെയ്താൽ, അദ്ധാ അർച്ചിതഃ അസ്മി. അദ്ധാ എന്ന് പറഞ്ഞാൽ സാക്ഷാത്തായിട്ട്, നല്ലതുപോലെ പ്രത്യക്ഷമായിട്ട്, അർച്ചിതഃ അസ്മി, ഞാൻ പൂജിതനായി ഭവിക്കുന്നു. സോ ഈ ബ്രാഹ്മണരെ, ബ്രഹ്മർഷികളെ അങ്ങ് ഈശ്വരബുദ്ധിയോടുകൂടി പൂജിക്കുമ്പോൾ ഞാൻ പൂജിതനായി ഭവിക്കുന്നു. കാരണം അവർക്ക് സ്വന്തമായിട്ട് ഒരു അഭിമാനവുമില്ല, അഹങ്കാരവുമില്ല. അവരുടെ ഹൃദയത്തിൽ ഞാനിരിക്കുന്നു. അവരുടെ എല്ലാമായിരിക്കുന്നത് ഞാനാണ്. അപ്പൊ അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന എന്നെ തന്നെയാണ് പൂജിക്കുന്നത്. അത് സ്പഷ്ടമായിട്ട് അവർ പ്രകാശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മഹാത്മാക്കളെ പൂജിച്ചാൽ, ഏവം ചേത്, ഇങ്ങനെ ചെയ്താൽ, അദ്ധാ അർച്ചിതഃ അസ്മി, ഞാൻ നന്നായി പൂജിക്കപ്പെട്ടവനായി ഭവിക്കുന്നു. ഇതാണ് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പൂജ. എന്നെ സന്തോഷിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ്. കുചേലോപാഖ്യാനത്തിലും ഭഗവാൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്, അല്ലേ? നാഹമിജ്യ പ്രജാദിഭ്യാം, ഞാൻ ഇജ്ജ കൊണ്ടോ പ്രജാതികളെ കൊണ്ടോ തപസ്സുകൊണ്ടോ ദാനം കൊണ്ടോ പ്രസാദിക്കുന്നില്ല. ഏതുപോലെ? ഗുരുശുശ്രൂഷയായഥാ, ഗുരുശുശ്രൂഷ കൊണ്ട് പൂജിതനായി തീരുന്നത് പോലെ മറ്റുള്ള പൂജാദികളെ കൊണ്ടോ ദാനാദികളെ കൊണ്ടോ തപസ്സുകൊണ്ടോ ഞാൻ പ്രസാദിക്കുന്നില്ല. അപ്പോൾ ഗുരുശുശ്രൂഷയാണ് എന്നെ പൂജിക്കാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള പൂജ. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അപ്പോൾ ഈ ഗുരുക്കന്മാരുടെ പാതാരവിന്ദങ്ങളിൽ മനസ്സ് അർപ്പിച്ച്
അവരെ ഈശ്വരന്മാരായി കണ്ട് പൂജിക്കൂ. മനശ്ചേന്ന ലഗ്നം ഗുരോരംഗ്രി പത്മേ തതഃക്കിം 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 തതഃക്കിം. ഗുരുക്കന്മാരുടെ പാദാരവിന്ദങ്ങളിൽ മനസ്സുറപ്പിച്ച് അവരെ ബഹുമാനിച്ചില്ല എങ്കിൽ പിന്നെ എന്ത് നേടിയിട്ടെന്ത്? തതഃക്കിം തതഃക്കിം. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഭഗവാൻ മഹാത്മാക്കളെ, ജ്ഞാനികളെ, ഗുരു ശുശ്രൂഷയെ എടുത്തു പറഞ്ഞു കൊടുക്കാൻ കാരണം നിവൃത്തി മാർഗത്തിൽ ഏറ്റവും പ്രധാനമാണ് ഗുരുവിൻ്റെ സ്ഥാനം. ആ ഗുരുവിൽ നിന്ന് വേണ്ടതായിട്ടുള്ള ആധ്യാത്മജ്ഞാനോപദേശം സ്വീകരിച്ച് അഹങ്കാരം ശമിപ്പിച്ച് മുക്തരായി തീരണം. പ്രവൃത്തി മാർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിമാനങ്ങൾ പലതും വന്നു ചേരാൻ ഇടയുണ്ട്, അഹങ്കാരം വർദ്ധിക്കാൻ ഇടയുണ്ട്. അതൊക്കെ ഇല്ലാതെയാകുന്നത് ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് സറണ്ടർ ചെയ്യുന്നതോടുകൂടിയിട്ടാണ്. അതുതന്നെയാണ് പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണഃ നിർവേദമായാത് നാസ്തി അകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഃ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ആദൗ സ്വവർണാശ്രമവർണിതാഃ ക്രിയാ കൃത്വാ സമാസാദിത ശുദ്ധമാനസഃ സമാപ്യ തത്പൂർവമുപാത്ത സിദ്ധയേ സമാശ്രയേ സദ്ഗുരും ആത്മലബ്ധയേ. എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ? പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീരാമഗീത വ്യാസകൃതമായ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ അധ്യാത്മരാമായണത്തിൽ വരുന്ന ശ്രീരാമഗീതയിൽ രാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ്. ആദൗ സ്വവർണാശ്രമവർണിതാഃ ക്രിയാ കൃത്വാ. ആദിയിൽ അവനവന്റെ വർണ്ണാശ്രമങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്ന കർമ്മങ്ങളെ ചെയ്തിട്ട് സമാസാദിത ശുദ്ധമാനസഃ, നല്ലതുപോലെ സമ്പാദിച്ച ശുദ്ധഹൃദയത്തോടു കൂടിയിട്ട് സമാപ്യ തത്പൂർവം ഉപാത്ത സിദ്ധയേ, മുമ്പേ പറഞ്ഞ ആ സിദ്ധികൾ നേടിയെടുക്കാനായിക്കൊണ്ട് ഈ കർമ്മങ്ങളെയെല്ലാം സമാപിപ്പിച്ചുകൊണ്ട് പ്രവൃത്തികളെല്ലാം ഒതുക്കിയിട്ട് നിവൃത്തിയിലേക്ക് പ്രവേശിക്കണം. സമാശ്രയേ സദ്ഗുരും, സദ്ഗുരുവിനെ ആശ്രയിക്കണം. ആത്മലബ്ധയെ, ആത്മലബ്ധിക്കായിക്കൊണ്ട്. ഇതാണ് സനാതനധർമ്മം. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് ഇവിടെ ഈ കഥയിലൂടെ ഭഗവാൻ ഉപദേശിച്ചു. ഇനി കഥ ഉപസംഹരിക്കുന്നു. ശ്രീശുകവാച സ ഇത്തം പ്രപുണാദിഷ്ടഃ സഹ കൃഷ്ണാൻ ദ്വിജോത്തമാൻ ആരാധ്യൈകാത്മ്യഭാവേന മൈഥിലശ്ചാപസദ്ഗതിം. ശ്രീശുകവാച സ ഇത്തം പ്രപുണാദിഷ്ടഃ സഹ കൃഷ്ണാൻ ദ്വിജോത്തമാൻ ആരാധ്യൈകാത്മ്യഭാവേന മൈഥിലശ്ചാപസദ്ഗതിം. സുഖബ്രഹ്മർഷി പറയുന്നു, ഇത്തം പ്രപുണ ആദിഷ്ടഃ, ഇപ്രകാരം പ്രഭുവിനാൽ ഭഗവാനാൽ ആദേശിക്കപ്പെട്ടവനായ സഹ മൈഥിലഃ ച, ഈ ബ്രാഹ്മണനും അതുപോലെ മിഥില രാജാവും രണ്ടുപേരും സഹ കൃഷ്ണാൻ ദ്വിജോത്തമാൻ ഐകാത്മ്യഭാവേന ആരാധ്യ. സഹകൃഷ്ണാൻ ദ്വിജോത്തമാൻ, കൃഷ്ണനോട് കൂടെ വന്നവരായ ബ്രാഹ്മണശ്രേഷ്ഠരെ ഐകാത്മ്യഭാവത്തോടെ പൂജിച്ച്, എന്നുവെച്ചാൽ ഭഗവാനുമായി ഒരേ ഭാവത്തിൽ പൂജിച്ചുകൊണ്ട് സദ്ഗതിം ആപ, സദ്ഗതിയെ പ്രാപിച്ചു, മോക്ഷത്തെ പ്രാപിച്ചു എന്ന് താല്പര്യം. അപ്പോൾ രാജാവും ബ്രാഹ്മണനും ഭഗവാന്റെ ഉപദേശമനുസരിച്ച് ജീവിച്ച് സദ്ഗതിയെ പ്രാപിച്ചു എന്ന് താല്പര്യം. ഏവം സ്വഭക്തയോ രാജൻ ഭഗവാൻ ഭക്തഭക്തിമാൻ ഉഷിത്വാദിശ്യ സന്മാർഗം പുനർദ്വാരവതീം അഗാദ്. ഏവം സ്വഭക്തയോ രാജൻ ഭഗവാൻ ഭക്തഭക്തിമാൻ ഉഷിത്വാദിശ്യ സന്മാർഗം പുനർദ്വാരവതീം അഗാദ്. ഹേ രാജൻ, അല്ലയോ പരീക്ഷിത് രാജാവേ, ഏവം ഇപ്രകാരം ഭഗവാൻ ഭക്തഭക്തിമാൻ, ഭക്തഭക്തിമാൻ ഭക്തന്മാരിൽ അങ്ങോട്ട് ഭക്തി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഭക്തി പ്രേമം, തന്നെ പ്രേമിക്കുന്നവരോട് തിരിച്ച് പ്രേമമുള്ളവനായ ഭക്തിയുള്ളവനായ ഭഗവാൻ.
ഭക്തപരാധീനനായ ഭഗവാൻ ഇപ്രകാരം സ്വഭക്തയോഹോ സന്മാർഗമാദിശ്യ. സ്വഭക്തയോ എന്നുള്ളത് വിസർഗം ലോപിച്ചു പോയതാണ്. രകാരം വന്നതുകൊണ്ട് ആ രാജൻ എന്നുള്ള രേഭം വന്നപ്പോൾ വിസർഗം പോയി. സ്വഭക്തയോഹോ വിസർഗം ഉണ്ട്, അവിടെ ലോപിച്ചു പോയതാണ്, സന്ധി നിയമം. അപ്പം എന്താ അവിടെ സ്വഭക്തയോഹോ ദ്വിവചന. സ്വഭക്തയോഹോ ദ്വയോഹോ ആ രണ്ട് ഭക്തന്മാർക്കും സന്മാർഗമാദിശ്യ ശരിയായ സനാതനധർമ്മത്തെ ഉപദേശിച്ച്, സജ്ജനങ്ങളുടെ മാർഗമായ സനാതനധർമ്മത്തെ ഉപദേശിച്ച് ഉഷിത്വ അവിടെ വസിച്ച് കുറച്ചു ദിവസം വസിച്ച് പുനഃ ദ്വാരവതീം അഗാത് വീണ്ടും ദ്വാരവതിയിലേക്ക് ഗമിച്ചു മടങ്ങി വന്നു നടക്കണം. അപ്പോൾ ഇവരെ അനുഗ്രഹിക്കാൻ വേണ്ടി അവിടേക്ക് അത്രയും ദൂരം ഭാരതത്തെ കുറുകെ കടന്നുകൊണ്ട് തീർത്തും പടിഞ്ഞാറിൽ നിന്ന് തീർത്തും കിഴക്ക് വടക്ക് ദിക്കിലേക്ക് ചെന്ന് മിഥിലാദേശത്ത് ചെന്ന് കരുണ കാണിച്ച് അവരെ അവരുടെ സംസാര വിഷമങ്ങളിൽ നിന്നൊക്കെ എന്നേക്കുമായി കരകയറ്റാനുള്ള ഉപദേശങ്ങൾ നൽകി അവരുടെ കൂടെ താമസിച്ച് അവരുടെ പൂജയെല്ലാം ഏറ്റുവാങ്ങിച്ച് മഹാത്മാക്കളിൽ അവരുടെ ബഹുമാനത്തെ വർദ്ധിപ്പിച്ച് സനാതനധർമ്മത്തെ ഊട്ടി ഉറപ്പിച്ച് ഭഗവാൻ തിരിച്ചു പോന്നു. ഇതാണ് കഥ താല്പര്യം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശ്രുതദേവാനുഗ്രഹോ നാമ ഷഡശീതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. ഇന്ന് വൈകുന്നേരം ക്ലാസ്സില്ല. ഇനി കുറച്ച് തിരക്കുകളുണ്ട്, നോക്കട്ടെ. നാളെ ഒഴിവുണ്ടെന്ന് ക്ലാസ് എടുക്കാം. 1-ാം തീയതി ഏകാദശി ഗീതാപാരായണം. എല്ലാവരും ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ പങ്കെടുക്കുക, നേരിട്ട് വരുന്നവർ നേരിട്ട് വരിക. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.